നമസ്കാരം. ന്യൂസ് ഈവനിംഗിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. റവാഡ ചന്ദ്രശേഖറിനി സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവി. 3 അംഗ ചുരുക്കപ്പട്ടികയിൽ നിന്ന് സർക്കാർ തെരഞ്ഞെടുത്തത് കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനെ. പാർട്ടിയുടെ ചരിത്രത്തിലെ ഐതിഹാസിക ഏടിന് കളങ്കം തീർക്കുന്നതാണോ സർക്കാരിന്റെ നയപരമായ തീരുമാനം? വെടിവെപ്പിനെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ നൽകിയ ക്ലീൻ ചിറ്റും ഹൈക്കോടതി റവാഡയെ കുറ്റവിമുക്തനാക്കിയതും ചൂണ്ടിക്കാട്ടി പാർട്ടി അണികളെ ബോധ്യപ്പെടുത്താൻ സിപിഐഎമ്മിന് കഴിയുമോ? പി ജയരാജനെ പോലെയുള്ളവർ ഉയർത്തുന്നത് തീരുമാനത്തിലെ എതിർ ശബ്ദമാണോ? ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് ഈവനിംഗ് പരിശോധിക്കുന്നത്. കൂത്തുപറമ്പിൽ പൊള്ളുമോ? ചർച്ചയിൽ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, സിപിഐഎം റിജൽ മാക്കുറ്റി, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ബിജെപി എ സജീവൻ, രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവർ നമുക്കൊപ്പം ചർച്ചയുടെ ഭാഗമാകുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ കെ അനിൽകുമാറും അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബുവും ഈ ചർച്ചയുടെ ഭാഗമാകും. ആദ്യം റിജൽ മാക്കുറ്റിയിലേക്കാണ്. റിജൽ മാക്കുറ്റി, സർക്കാരിന് മുന്നിലേക്ക് വന്ന 3 പേരുകൾ, അതിൽ നിന്ന് സർക്കാർ ഒരു നയപരമായ തീരുമാനം എടുത്തിരിക്കുന്നു. റവാഡ ചന്ദ്രശേഖറിന്റെ പേരിലേക്കാണ് സർക്കാർ എത്തുന്നത്. പുതിയ പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖർ മാറുമ്പോൾ ഉയരുന്ന ചോദ്യം അത് കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നേരത്തെ ഉയർന്നിരുന്ന ആരോപണങ്ങളാണ്. സിപിഐഎം അതിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഐതിഹാസികമായ ജ്വലിക്കുന്ന ഓർമ്മ എന്ന് വിശേഷിപ്പിക്കുന്ന കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനെ തന്നെ പുതിയ സംസ്ഥാന പോലീസ് മേധാവിയാക്കുന്നതിലൊരു ഔചിത്യത്തിൻ്റെ പ്രശ്നമുണ്ടോ? ഇന്ന് സംസ്ഥാന സെക്രട്ടറി വിശദീകരിച്ച് കണ്ടത് കോടതി അദ്ദേഹത്തെ പിന്നീട് കുറ്റവിമുക്തനാക്കിയതടക്കമുള്ള കാര്യങ്ങളാണ്. ഇത് പാർട്ടി അണികളെ പൂർണ്ണമായി ബോധ്യപ്പെടുത്താൻ സിപിഐഎമ്മിന് കഴിയുമോ? താങ്കൾ എങ്ങനെയാണ് ഈ പുതിയ സർക്കാരിൻ്റെ തീരുമാനത്തെ നോക്കിക്കാണുന്നത്? ഇപ്പോൾ യഥാർത്ഥത്തിൽ സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് അവർക്കിപ്പോൾ അത് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. അതിൻ്റെ രാഷ്ട്രീയപരമായും ധാർമ്മികപരമായും ഒരു ഉത്തരവാദിത്വവും അല്ലെങ്കിൽ അതിനകത്ത് നീതി പുലർത്താൻ സിപിഎമ്മിന് അതിനുശേഷം കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലുണ്ട് എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. ഇതിപ്പോൾ രവദ ചന്ദ്രശേഖർ അന്നത്തെ എനിക്ക് തോന്നുന്നു തലശ്ശേരി ASP ആയ സമയത്താണ് അദ്ദേഹം ആ ഒരു മന്ത്രിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു ആക്ഷനിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അതിനേക്കാളും വലിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ആ കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനവും അതിനുശേഷം ഇവർ വിളിച്ച കൊലയാളി മന്ത്രി രാഘവൻ, അല്ലേ, അങ്ങനെയാണൊക്കെ വിളിക്കാറ്, കൊലയാളി രാഘവൻ എന്നാണ് വിളിക്കുക. ഇപ്പോൾ ഒരു പി ജയരാജൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു മന്ത്രിയെ തടയാൻ പോയി, മന്ത്രിയാണിപ്പോൾ കൊലയാളി രാഘവൻ എന്ന് വിളിച്ചവർ മന്ത്രിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ രക്തസാക്ഷികളുടെ അനുസ്മരണവും അതോടൊപ്പം തന്നെ ഇവർ വിളിച്ച കൊലയാളി രാഘവൻ്റെ ചരമദിനവും ഒന്നിച്ച് ആചരിക്കുന്ന പാർട്ടിയാണ് CPM. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കെന്ത് ധാർമ്മികതയാണുള്ളത്? അതോടൊപ്പം തന്നെ അതേ മന്ത്രിയുടെ മകനായിട്ടുള്ള ആള് അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ അഴീക്കോട് മത്സരിപ്പിച്ചിരിക്കുന്നു. ഈ MV രാഘവൻ്റെ മകനെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിച്ചു. ഇപ്പോൾ അയാൾ പാർട്ടിയുടെ അവരുടെ സൈബർ മീഡിയയുടെ തലവനാക്കി പുതിയ ചുമതല കൊടുത്ത് അയാളാണ് ഈ പാർട്ടിയുടെ സൈബർ മേഖല നയിക്കുന്നത്. നികേഷ് കുമാർ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ എന്ന് പറയുന്ന ഒരാൾ, അയാളാണിപ്പോൾ CPMൻ്റെ പ്രധാനപ്പെട്ട നേതാവായി മാറിയിരിക്കുന്നത്. ആ ഒരു പരിയാരം മെഡിക്കൽ കോളേജിനെതിരായിട്ടുള്ള സമരമാണ് ഇവർ നടത്തിയത്. ആ സമരം 5 ആളുകളെ കുരുതി കൊടുത്തു. ഇപ്പോൾ അവസാനം നമുക്ക് പുഷ്പൻ എന്ന് പറയുന്ന DYFIക്കാരൻ ഇപ്പോൾ അടുത്താണ് അദ്ദേഹം മരിച്ചുപോയത്. പുഷ്പനെ അറിയാമോ? നമ്മുടെ പുഷ്പനെ അറിയാമോ? ആരോടാ ചോദിക്കുന്നത്? ആ പുഷ്പനെ അറിയാമോ എന്ന് ചോദിക്കുന്ന പുഷ്പൻ ഉൾപ്പെടെ രാജീവനും മധുവും ഷിബുലാലും ഉൾപ്പെടെയുള്ള രക്തസാക്ഷികൾ, ആ രക്തസാക്ഷികൾ പരിയാരം മെഡിക്കൽ കോളേജിനെതിരായിട്ടാണ് സമരം നടത്തിയത്, സ്വാശ്രയ കോളേജിനെതിരായ സമരം നടത്തിയത്. പക്ഷേ ആ കോളേജ് പിടിച്ചെടുക്കാനും അത് സമരത്തിന് മുമ്പിൽ നിന്ന് നയിച്ച അന്നത്തെ DYFI നേതാവാണ് MV ജയരാജൻ. 5 ആളെ കുരുതി കൊടുക്കാൻ മുമ്പിൽ നിന്ന് വെച്ച ജയരാജൻ ഒരു ഉളുപ്പുമില്ലാതെ ആ പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ ഭരണ അട്ടിമറിയിലൂടെ പിടിച്ചെടുത്ത് അതിനകത്ത് കട്ടുമുടിച്ച് കാട്ടുകള്ളന്മാരുടെ സങ്കേതമാക്കി പരിയാരം മെഡിക്കൽ കോളേജിനെ മാറ്റി അതിനെ ഇന്ന് ഏറ്റവും വലിയ തകർച്ചയിൽ കൊണ്ടുവന്നത് MV ജയരാജനാണ്. അപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് അവർ തിരിച്ചു പിടിച്ചിരിക്കുന്നു. അതുമാത്രമല്ല, അപ്പോൾ DYFIയുടെ നേതാവായിട്ട് അന്നത്തെ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാൻ DYFI നേതാവിൻ്റെ മകൾക്ക് അതേ സ്വാശ്രയ കോളേജ് സീറ്റ് വാങ്ങിക്കൊടുത്ത സംവിധാനമാണ് CPM DYFI ഒക്കെ. ഇപ്പോൾ രവദ ചന്ദ്രശേഖരനെ DGP ആക്കുന്ന ഒരു പ്രശ്നമല്ല. ഇത്തരം വിഷയങ്ങളൊക്കെ നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോയ ഒരു പാർട്ടിക്ക് ഒരു ധാർമ്മികതയിൽ രക്തസാക്ഷികളെ വിറ്റ് അധികാരത്തിലേക്ക് കയറുക എന്നല്ലാതെ ആ രക്തസാക്ഷികളോട് ഒരു ധാർമ്മികതയും പുലർത്താത്തൊരു പാർട്ടിയാണ് CPM എന്ന് സംബന്ധിച്ച് നമ്മുടെ മുമ്പിൽ കൃത്യമായ തെളിവുണ്ടല്ലോ. ആ തെളിവുകൾ നമ്മൾ കാണുകയല്ലേ. അപ്പോൾ ഇത് അദ്ദേഹം രവദ ചന്ദ്രശേഖരൻ എന്ന് പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥൻ മന്ത്രിയെ കൊല്ലാൻ ഇത്രയും ആളുകൾ ആയുധവുമായി കല്ലും വടിയും പെട്രോൾ ബോംബും ഉൾപ്പെടെ ആയുധങ്ങളുമായി മന്ത്രിയെ കൊല്ലാൻ വന്നപ്പോൾ മന്ത്രിയുടെ ജീവൻ രക്ഷിക്കാനാണ് അദ്ദേഹത്തിന്റെ കൃത്യം നിർവഹിച്ചത്. അപ്പോൾ അതിനെ നമുക്ക് തള്ളിപ്പറയേണ്ട ആവശ്യമില്ല. അത് UDFന്റെ ഗവൺമെന്റ് ഇരിക്കുന്ന കാലത്താണ്, UDFന്റെ മന്ത്രിയാണ്. അപ്പോൾ മന്ത്രി അവിടെ പോലീസ് അന്ന് ആക്ഷൻ എടുത്തില്ലെങ്കിൽ MV രാഘവനോട് കൊല്ലപ്പെടും.
ആ എം വി രാഘവന് കോൺഗ്രസും അതോടൊപ്പം തന്നെ ശ്രീ കെ കരുണാകരനും ശ്രീ കെ സുധാകരനുമാണ് രാഷ്ട്രീയ അഭ്യം നൽകിയത്. ആ എം വി രാഘവനെ എല്ലാ തരത്തിലും ഇല്ലാതാക്കാൻ അദ്ദേഹത്തിന്റെ പാപ്പിനിശ്ശേരിയിലെ അദ്ദേഹത്തിന്റെ പാമ്പ് വളർത്തൽ കേന്ദ്രത്തിൽ പോയി അവിടെയുള്ള മൃഗങ്ങളെ മുഴുവൻ വെട്ടി കൊന്നു. അവിടെയുള്ള മാനിനെ മയിലിനെ ചുട്ടുകൊന്നു. സിംഹവാലം കുരങ്ങിന്റെ കാല് വെട്ടി ആ സമയത്ത് അത് പ്രാണരക്ഷാടം തുള്ളുമ്പോൾ തുള്ളട രാഘവ എന്ന് ആക്രോശിച്ച അവരദ്ദേഹത്തെ വീട് പോലും ചുട്ട് ചാമ്പലാക്കിയവരാണ് ഇവര്. ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ CPIM പ്രതിനിധി നമ്മളോടൊപ്പം ചർച്ചയിൽ ചേരുന്നുണ്ട്. ശ്രീ കെ അനിൽകുമാർ, സർക്കാരിന് മുമ്പിലേക്ക് 3 പേരുകളാണ് എത്തിയത്. നിതിൻ അഗർവാളിന്റേതും യോഗേഷ് ഗുപ്തയുടെയും റവാഡ ചന്ദ്രശേഖറിൻ്റെതും. അതിൽ നിന്ന് റവാഡ ചന്ദ്രശേഖറിന്റെ പേരാണ് സർക്കാർ ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നയപരമായ ഒരു തീരുമാനമാണ്. പുറത്തു വന്നതായി അറിഞ്ഞ വിവരം അതിൽ ഈ മറ്റുള്ളവരുടെയൊക്കെ സർവീസ് റെക്കോർഡുകളൊക്കെ നിരത്തി തമ്മിൽ ഭേദം റവാഡ ചന്ദ്രശേഖർ എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ പോയതാണ് എന്ന് മനസ്സിലാക്കുന്നു. ഈ കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ നമ്മൾ ചൂണ്ടിക്കാട്ടിയതുപോലെ പാർട്ടിയുടെ സമര ചരിത്രത്തിലെ ഐതിഹാസികമായ ഒരു ഏടാണ്. പാർട്ടിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും സുപ്രധാനമായ പാർട്ടി പ്രവർത്തകർക്ക് ആവേശം പകരുന്ന ഒരു ഏടാണ്. അതിൻ്റെ ഭാഗമായി നിന്നിരുന്ന ആ വെടിവെപ്പിൻ്റെ ഭാഗമായി നിന്നിരുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഈ പദവിയിലേക്ക് നിയമിക്കുന്നു എന്നുള്ളതിൽ ഒരു അഭംഗി പാർട്ടി അണികൾ കാണാനുള്ള സാധ്യതയുണ്ട്. പാർട്ടി അണികളെ ഇത് ബോധ്യപ്പെടുത്താൻ CPIM-ന് കഴിയുമോ? പിന്നീട് അദ്ദേഹത്തെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയെങ്കിൽ കൂടി ഈ തീരുമാനം CPIM-നെ പ്രതിരോധത്തിലാക്കുന്നതാണോ? ഇന്നത്തെ സെക്രട്ടറിയുടെ വിശദീകരണം കൊണ്ട്, സംസ്ഥാന സെക്രട്ടറിയുടെ വിശദീകരണം കൊണ്ട് ഇതിൽ ഒരു പ്രതിരോധം സർക്കാരിന് സാധ്യമാകുന്നതാണോ? ശ്രീ അനിൽകുമാർ. പറഞ്ഞപ്പോൾ കുറേയേറെ പരിശീലനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി, ഞങ്ങളുടെ സഖാക്കൾക്കെതിരായി പറയുകയുണ്ടായി. അവിടെ ഒരു വാക്ക് പ്രയോഗിച്ചത് കുരുതി കൊടുത്തു. ഞങ്ങളുടെ സഖാക്കളെ കൊന്നു തള്ളിയ ഒരു ഭരണകൂടത്തിൻ്റെ തലവൻ കരുണാകരനായിരുന്നു. ആഭ്യന്തര വകുപ്പിൻ്റെ മന്ത്രി കരുണാകരനായിരുന്നു. അവിടെ വീണ ഓരോ തുള്ളി ചോരയുടെയും ഉത്തരം പറയേണ്ടയാൾ കരുണാകരനും കോൺഗ്രസ് പാർട്ടിയുമാണ്. UDF ഒന്നാകെയാണ്. അതിൽ നിന്ന് വേറിട്ട ഏതെങ്കിലും വ്യക്തികളെ ഞങ്ങൾ കാണുന്നില്ല. പരിയാരം മെഡിക്കൽ കോളേജ് ഒരു സ്വകാര്യ ട്രസ്റ്റിന് കൈമാറുക എന്നുള്ളതായിരുന്നു UDF-ന്റെ പദ്ധതി. ആ ട്രസ്റ്റിൽ കെ കരുണാകരൻ ഉണ്ടായിരുന്നു, സഹകരണ മന്ത്രി ഉണ്ടായിരുന്നുള്ള സത്യമാണ്. അപ്പോൾ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് കരുണാകരൻ ചെയർമാനായി പരിയാരത്തെ മെഡിക്കൽ കോളേജിൽ വിഴുങ്ങാൻ കരുണാകരന്റെ അഴിമതി സർക്കാർ നടത്തിയിട്ടുള്ള നീക്കത്തിനെതിരായി ഇവിടുത്തെ യുവജന പ്രസ്ഥാനം നടത്തിയ ചരിത്രപരമായ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് കൂത്തുപറമ്പിൽ വലിയ പ്രക്ഷോഭണം ഉണ്ടായത്. അവിടെ കരിങ്കൊടി കാണിക്കണമെന്ന് SFI പ്രവർത്തകരെ ഈ പോലീസ് തന്നെ, കരുണാകരന്റെ പോലീസ് തന്നെ ഭീകരമായി കടന്നാക്രമിച്ചു. അന്ന് SFIയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ഇപ്പോഴത്തെ BJP-യിൽ പോയിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവ് കൂടിയായിരുന്ന ഒരാളുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഉടുതുണിയില്ലായിരുന്നു. ഉടുതുണിയില്ലാതെ നിൽക്കുന്ന ആ മനുഷ്യനോട് അന്ന് ചോദിച്ച ചോദ്യം, ഇത്രയും പേര് നിങ്ങൾക്ക് SFIക്കുള്ളോ? ഇതാണ് ചോദിച്ച ചോദ്യം. ആ ധിക്കാരമായിരുന്നു പോലീസിനുണ്ടായിരുന്നത്. ആ ധിക്കാരത്തിന് മറുപടി കൊടുക്കാൻ സഹന സമരമായിരുന്നു. ഇവിടെ പറഞ്ഞ പോലെ കല്ല്, വടി, പെട്രോൾ ബോംബ്. അങ്ങനെ കല്ലും വടിയും പെട്രോൾ ബോംബുമായിട്ട് നിൽക്കുന്നിടത്തേക്ക് എങ്ങനെയാണ് മന്ത്രി വരുന്നത്? തീരെ ബുദ്ധിയില്ലേ കരുണാകരൻ്റെ പോലീസിന്? കുറേ ആളുകൾ കല്ലും വടിയും പെട്രോൾ ബോംബുമായിട്ട് നിൽക്കുന്നു. അവരവിടെ നിർത്തിക്കൊണ്ട് പോലീസ് വരുമോ? അപ്പോൾ ഒരു ചർച്ചയിൽ 10-30 കൊല്ലമായല്ലോ കള്ളം പറയാൻ തുടങ്ങിയാൽ എത്ര വലിയ കള്ളങ്ങളാണ് പറയുന്നത്. കൂത്തുപറമ്പ് വെടിവെപ്പിൽ ഏതെങ്കിലും ഒരു പോലീസുകാരന് പരുക്ക് പറ്റിയോ? പോലീസുകാരൻ ആശുപത്രി പോയോ? ഏകപക്ഷീയമായിട്ടല്ലായിരുന്നു. ഇന്ന് പരിയാരത്തെ മെഡിക്കൽ കോളേജ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിഴുങ്ങിയ സ്ഥലമല്ല, സർക്കാർ മെഡിക്കൽ കോളേജാണ്. ഇവിടെ ചർച്ചയിൽ ഒരു അവസരം കിട്ടിയ ഉടനെ കുംഭസാരത്തിനിടെ കൂടെ പശുവിനെ കടത്തിയേക്കാമെന്ന് കരുതി ഒരു റവദ ചന്ദ്രശേഖരുടെ പേര് വന്ന ഉടനെ മറുപടി പറയും. താങ്കൾ ഈ പുതിയ തീരുമാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരാം ശ്രീ അനിൽകുമാർ. അല്ലല്ല, റിജിൽ മാക്കുറ്റിക്കുള്ള മറുപടിയാണ്. അല്ലല്ല, അത് തന്നെ. ഇത് നിങ്ങൾ കേട്ടോണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് തർക്കം വന്നില്ല. കൂത്തുപറമ്പ് വെടിവെപ്പിനെ കുറിച്ചല്ല ചർച്ച എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇടപെടേണ്ട കാര്യമില്ല. ഇവിടെ എന്തല്ല പറഞ്ഞത്? രക്തസാക്ഷികളെ ഞങ്ങൾ സൃഷ്ടിച്ചു. ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ഇപ്പോൾ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം കള്ളങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ രവത ചന്ദ്രശേഖരുമായി ബന്ധപ്പെട്ട കാര്യമാണ്, അതിൻ്റെ ഭരണപരമായ നിയമന പ്രശ്നമാണ് ചർച്ച ചെയ്തെങ്കിൽ അത് ചർച്ച ചെയ്യാം. അതിനു പകരം ഈ ചർച്ചയെ
ഞങ്ങളുടെ സഖാക്കളെ കൊല വിളിച്ച ഒരു കോൺഗ്രസിന്റെ വൃത്തികെട്ട ഭരണകൂടത്തിന്റെ എല്ലാ നെറികേടുകളെയും വെള്ളപൂശാൻ വേണ്ടി ആ രക്തസാക്ഷികളുടെ ചോര വെച്ച് ഞങ്ങളെ കടന്നാക്രമിക്കാൻ വന്നിരിക്കുകയാണ് ആ കൊലയാളികൾ. ശരി, ശ്രീ അനിൽകുമാർ, താങ്കൾ വിഷയത്തിലേക്ക് വരൂ. പറയാൻ ആഗ്രഹിക്കുന്നത് ഇതൊന്നും കേരളത്തിലെ ജനങ്ങൾ ചെവിക്കൊള്ളില്ല. അതിന്റെ വിഷയത്തിലല്ലാതൊരു ചർച്ച വന്നപ്പോൾ നിങ്ങളെന്താ പറയാഞ്ഞ്? ഇത്രയും കാര്യത്തിന് ഞാൻ മറുപടി പറയേണ്ടി വന്നത് അദ്ദേഹം വിഷയത്തിൽ നിന്ന് മാറിപ്പോയത് കൊണ്ടല്ലേ? ശരി, താങ്കൾ മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഇനി ആ വിഷയത്തിലേക്ക് വരൂ. വിഷയത്തിൽ ചർച്ച നടത്താൻ അതിൽ അല്ല അപ്പൊ നിങ്ങൾ എന്നോട് വിഷയത്തിൽ വരാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അതിന് അവകാശമില്ല പറയാൻ. നിങ്ങൾക്ക് എന്നോട് പറയാൻ അവകാശമില്ല. കാരണം പറഞ്ഞുകൊണ്ടിരുന്നത് വേറെയാ. ഞങ്ങളെക്കുറിച്ചുള്ള ഭർസനമെല്ലാം ഇങ്ങനെ ഛർദ്ദിക്കുന്ന പോലെ ഒരാൾ ഛർദ്ദിച്ചപ്പോൾ അതെല്ലാം കേട്ടോണ്ടിരുന്നിട്ട് പിന്നെ ഞാൻ വിഷയത്തിലേക്ക് പറഞ്ഞു. ഞങ്ങൾക്ക് മറ്റേ വിഷയത്തിൽ മറുപടി പറയാനില്ലാഞ്ഞിട്ടല്ല. ശരി, നമ്മുടെ സമയം പോകും. താങ്കൾ വിഷയത്തിലേക്ക് വരൂ. ഞങ്ങളിപ്പോ ഇത്തരം കാര്യം വന്നപ്പോ അത് ശരി അപ്പൊ സമയം പോകാതിരിക്കത്തക്കവണ്ണം ഇത്തരം വൃത്തികേടുകൾ ഛർദ്ദിക്കുന്നവരെ അപ്പൊ തന്നെ തടയാനുള്ളൊരു മര്യാദ ഉണ്ടാകണം എന്ന് ഞാൻ മുഖവരിയായിട്ട് പറയുകയാണ്. ഇനി 2, കേരളത്തില് ഉമ്മൻചാണ്ടി സർക്കാർ നിയമിച്ചിട്ടുള്ള DGPമാരുണ്ടല്ലോ, BJPയിൽ പോയ 2 എണ്ണം നമ്മൾ കണ്ടിട്ടില്ലേ? ആ 2 എണ്ണം അവിടെ നിയമിക്കപ്പെട്ടപ്പോൾ അതിലൊരാളെ കേരളത്തിലെ സർക്കാർ മാറ്റിയതിന് കാരണം എന്താണ്? മാറ്റാൻ കാരണം വേറൊന്നുമല്ല, ഒരു ചെരുപ്പും കെട്ടിത്തൂക്കി പെരുമ്പാവൂര് കാത്തിരുന്നൊരു ആളുണ്ടല്ലോ, ആ ആളെ അവിടുന്ന് മാറ്റിക്കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു രമേശ് ചെന്നിത്തല നിയമസഭയിൽ പറഞ്ഞത്? എന്തായിരുന്നു UDFകാർ നിയമസഭയിൽ പറയുന്നത്? ഞങ്ങൾക്ക് RSSകാരനായ DGP മതി, പിണറായി വിജയൻ ഇയാളെ മാറ്റാൻ പാടില്ല. അവസാനം സുപ്രീം കോടതിയിൽ നിന്ന് വിധിയും വാങ്ങിച്ചുകൊണ്ട് ആ മാന്യൻ ഇവിടെ വന്നല്ലോ. ഞങ്ങളെങ്ങനെയാണ് ഭരിപ്പിച്ചത്? കേരളത്തിലെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്കെതിരായിട്ട് കടന്നാക്രമണം നടത്തുന്ന വിദ്വേഷകരമായ പ്രസംഗം നടത്തിയിട്ടുള്ള ഒരു DGP കേരളത്തിലുണ്ടായിരുന്നു. അതിനെ പിൻപറ്റിയവരാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ, UDFകാർ. അത്തരം ഒരു DGPമാരെ ഒന്നും ഞങ്ങൾ വെക്കുന്നവരല്ല കേട്ടോ. ആ കളരിയിലുള്ള ഒരു ഗവൺമെന്റ് അല്ല കേരളത്തിലെ LDF ഗവൺമെന്റ് എന്ന് UDFകാർ മനസ്സിലാക്കണം. അയാളിപ്പോ RSSന്റെ താവളത്തിലാണെന്ന് പിണറായി നിയമസഭയിൽ മറുപടി പറഞ്ഞ് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടോ? അപ്പൊ DGPമാരെന്ന് പറയുന്നവര് വരുമ്പോൾ അവർ വരുന്നത് ഒരു പാനലിൽ നിന്നാണ്. ആ പാനൽ കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുത്ത് അയക്കുന്നതാണ്. സംസ്ഥാന സർക്കാരിനത് പരിമിതിയുണ്ട്. അത്തരം ആളുകളെ തിരിച്ചറിഞ്ഞിട്ട് അവരെ ഒഴിവാക്കാൻ ഞങ്ങൾ നടപടി സ്വീകരിച്ചപ്പോൾ ഞങ്ങൾക്കൊപ്പം നിൽക്കാൻ UDF തയ്യാറായില്ല. അത് കേരള ചരിത്രമാണ്. അങ്ങനെ ഞങ്ങൾക്ക് ഒപ്പം നിൽക്കാൻ തയ്യാറാകാതെ വന്ന അനുഭവം ഉണ്ട് എന്ന് മനസ്സിലാക്കണം. 3-മതാണ് ഇപ്പോൾ ഉള്ളൊരു കാര്യം. രവത ചന്ദ്രശേഖരനെ സംസ്ഥാനത്തെ മുഖ്യ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥനായി മാറുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? 6 പേരുടെ പേരാണ് ദില്ലിയിലേക്ക് അയച്ചത്. ഈ വ്യക്തിയുടെ പേരും അന്ന് പാനലിലുണ്ട്. ഈ 6 പേരുടെ പേരയച്ചപ്പോൾ ഇന്ന് കോൺഗ്രസ്സുകാർ പറയുന്ന പോലെ ഈ പാനലിനകത്ത് കൂത്തുപറമ്പ് വെടിവെപ്പിൽ ബന്ധപ്പെട്ട ഒരാളുണ്ടെന്ന് ആരെങ്കിലും പരാതിപ്പെട്ടോ? അന്ന് ഇവരുടെ എല്ലാം പരാതി അജിത് കുമാറിനെ കൊണ്ടുവരാൻ നോക്കുന്നു. ADGP അജിത് കുമാറിന് DGP പദവി പോലും ഇല്ല. പിന്നെ എങ്ങനെയാണ് സംസ്ഥാന പോലീസിന്റെ മേധാവിയായി അദ്ദേഹം മാറുന്നത്? ഇന്നലെയും ആ കെട്ടുകഥ കേട്ടു. ADGP അജിത് കുമാറിനെ കൊണ്ടുവരാനാണ് ഇവന്മാർ പണിയെടുക്കുന്നത്. ഇപ്പൊ എന്താ സംഭവിച്ചത്? കേന്ദ്ര സർക്കാർ 3 പേരുടെ പട്ടിക തന്നു. ആ പട്ടികയിൽ രവത ചന്ദ്രശേഖർ ഉണ്ട്. അദ്ദേഹത്തിന് ഇപ്പോൾ സർവീസിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ ഒരു ചുമതല ഏൽപ്പിക്കാൻ പറ്റാത്ത കറുത്ത പാടുകൾ നമ്മുടെ മുമ്പിൽ ഇപ്പോഴില്ല. അദ്ദേഹത്തിന്റെ പേരിൽ ആരോപണമുണ്ടായിരുന്നു. ആരോപണം CPM-നുള്ളത് കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ടാണ്. ആ വെടിവെപ്പിന് 2-3 ദിവസം മുമ്പാണ് അദ്ദേഹം തലശ്ശേരി SP ആയത്. DYSP എന്ന് പറയുന്ന ഒരാൾ ഹക്കീം ബത്തേരി എന്ന് പറയുന്നൊരു ക്രൂരൻ, കരുണാകരന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന, നിയമവിരുദ്ധമായി കരുണാകരനെ എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്ന ഒരു ഹക്കീം ബത്തേരിയും TT ആന്റണിയും അവരായിരുന്നു കൊലയാളികൾ. ഈ ഇപ്പോഴത്തെ രവത ചന്ദ്രശേഖർ അന്ന് അവിടെ ചാർജ് എടുത്ത് 3 ദിവസം കഴിയുമ്പോഴാണ്. മാത്രമല്ല അദ്ദേഹം ഗ്രൗണ്ടിൽ MV ജയരാജൻ അടക്കമുള്ള സഖാക്കളുമായി വർത്തമാനം പറഞ്ഞ് സമാധാന പാലനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം സഖാക്കളും ഈ രവത ചന്ദ്രശേഖർ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് വളരെ ബലം പ്രയോഗിച്ചുകൊണ്ട് നേരിട്ട് വണ്ടിയിൽ കയറി വന്ന് TT ആന്റണി ഹക്കീം ബത്തേരി അലറുന്നത്. വെക്കടാ വെടിവെച്ചു. ഇതല്ലേ യാഥാർത്ഥ്യം? അതിൽ ലോ ആൻഡ് ഓർഡർ ചുമതലയിൽ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരനെ ഞങ്ങളുടെ ആക്ഷേപത്തിൽ ഒഴിവാക്കിയിട്ടില്ല. ഞങ്ങൾക്ക് പോലീസ് സേന ഒന്നാണ്. അതിൽ ഇന്നയാളെ ഒഴിവാക്കി ഇന്നയാളെ ഉൾപ്പെടുത്തി ഞങ്ങൾ പറഞ്ഞില്ല. ആ ഉണ്ടായിരുന്ന മുഴുവൻ സംഘത്തെയും ഞങ്ങൾ ചൂണ്ടിക്കാട്ടി. ഞങ്ങൾ അവിടെ പറഞ്ഞു, അവിടെ ഒരാളെ ഒരു തഹസീൽദാരെ അവതരിപ്പിച്ചു. ആ തഹസീൽദാർ അവിടെ ഉണ്ടായിരുന്ന ആളല്ല.
ഈ വെടിവെക്കാൻ വേണ്ടിയുള്ള തെറ്റായ കാര്യങ്ങൾ നടപ്പാക്കാൻ ഗൂഢാലോചന നടത്തി കരുണാകരൻ അയച്ചതാണ്. കലക്ടർ അവിടുന്ന് മാറുന്നു. ഇതെല്ലാം സഖാവ് പിണറായി നിയമസഭയിൽ പറഞ്ഞ കാര്യമാണ്. നിയമസഭയിലെ വെടിവെപ്പിനെതിരായിട്ട് അടിയന്തര പ്രമേയം അവതരിപ്പിച്ച ആളാണ് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞത് നിങ്ങൾ കേൾക്കൂ. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാരനെ ഞങ്ങൾ ഒഴിവാക്കിയില്ല. പക്ഷേ അന്വേഷണം നടത്തിയപ്പോൾ നമ്മുടെ നാട്ടിലെ നിയമപരിശോധനയിൽ രവത ചന്ദ്രശേഖർ പ്രത്യേകമായൊരു കുറ്റം ചെയ്തതായിട്ട് കണ്ടെത്തിയിട്ടില്ല. അതാണ് CPM-ന് മുമ്പുള്ള കാര്യം. ഒരു പോലീസ് മേധാവി അടക്കം നിയമിക്കുന്നതിൽ പാർട്ടി ഇടപെടാറില്ല. CPM-ന് ഇഷ്ടമുള്ള ആളെ വെക്കുക, അല്ല ഞങ്ങളുടെ AK-സെന്റ് വരുന്നയാളെ വെക്കുക എന്ന പണിയും ഞങ്ങൾക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിയമം നടപ്പാക്കണം. അത് രവത ചന്ദ്രശേഖരനും ബാധകമാണ്. ശരി, നിയമം ശരി ശ്രീ അനിൽകുമാർ, ഞാൻ താങ്കളിലേക്ക് വരാം. എ നടപ്പാക്കാതെ സജീവൻ, മാധ്യമപ്രവർത്തകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ എ സജീവൻ, CPM അതിനെ വിശദീകരിക്കുന്നത് അന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിലെ ആളുകൾക്കെതിരെയൊക്കെ ആരോപണം ഉയർന്നിട്ടുണ്ട്. പിന്നീട് അത് കോടതിയിലേക്ക് വന്നപ്പോൾ റവാഡ ചന്ദ്രശേഖരനെ കുറ്റവിമുക്തനാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് പൂർണ്ണമായൊരു രാഷ്ട്രീയ തീരുമാനമല്ല. സർക്കാരിന് മുമ്പിലേക്ക് വരുന്ന ഇതിൽ ചില സർക്കാരിന് കൈക്കൊള്ളാൻ കഴിയുന്ന ചില തീരുമാനങ്ങളുണ്ട്. ഇപ്പോൾ 3 പേരുകളാണ് വന്നിരിക്കുന്നത്. അതിൽ നിന്ന് റവാഡ ചന്ദ്രശേഖരൻ്റെ പേര് തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് സർക്കാരും CPM-ഉം അതിനെ വിശദീകരിക്കുന്നത്. അണികളിൽ അങ്ങനെ അത്ര എളുപ്പത്തിൽ അത് വിശദീകരിക്കാൻ CPM നേതൃത്വത്തിനും സർക്കാരിനും കഴിയുമോ? ശ്രീ എ സജീവൻ. അല്ല, അണികൾ എന്ത് വിശ്വസിച്ചാലും സർക്കാർ ഇപ്പോൾ എടുത്തുള്ള നിയമപരമായിട്ട് നടപടിയാണ്. ഒരു കാര്യം ഉറപ്പാണ്, കൂത്തുപറമ്പ് വെടിവെപ്പ് നടന്ന സംഭവത്തിൽ ഹക്കീം ബത്തേരിക്കെതിരെ മാത്രമായിരുന്നില്ല, റവാഡ ചന്ദ്രശേഖരനെതിരെയും അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. റവാഡ ചന്ദ്രശേഖരന് ആണ് ഇന്ന് ഉത്തരവ് നൽകിയത് എന്ന ആരോപണം ശക്തമായിട്ടുണ്ടായിരുന്നു. അതൊക്കെ യാഥാർത്ഥ്യമാണ്. റവാഡ ചന്ദ്രശേഖരൻ ഇതിൽ ബന്ധമില്ല, അദ്ദേഹം ഉത്തരവ് നൽകിയിട്ടില്ല എന്ന് പറയുന്നത് കോടതിയുടെ ഉത്തരവാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കോടതി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ റവാഡ ചന്ദ്രശേഖരൻ കൂത്തുപറമ്പ് വെടിവെപ്പ് കേസിൽ ഒരു തരത്തിലും പങ്കാളിയല്ല, അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമല്ല ചെയ്തത് എന്നത് വ്യക്തമാവുകയാണ്. പുറമേയുള്ള ആരോപണങ്ങളൊന്നും കോടതിയുടെ പരിഗണനയ്ക്ക് വരില്ലല്ലോ. കോടതി ഇവിടെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന് ഇതിൽ പങ്കാളിത്തമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അതിൽ പങ്കാളിയല്ല. റവാഡ ചന്ദ്രശേഖരനെതിരെ ഇപ്പോൾ എതിർക്കുന്ന അന്ന് വളരെ രൂക്ഷമായിട്ട് എതിർപ്പുണ്ടായിരുന്നു, അദ്ദേഹത്തിന് കടുത്ത വിമർശനങ്ങൾ ഉണ്ടായിരുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, അന്ന് റവാഡ ചന്ദ്രശേഖരൻ മാത്രമല്ല, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഭരിക്കുന്ന സർക്കാരിന് വേണ്ടിയിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. കോടതി തന്നെ റവാഡയുടെ കാര്യത്തിലൊക്കെ ഇവരെ കുറ്റവിമുക്തരാക്കുന്ന കാര്യത്തിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഇവർക്കാർക്കും വ്യക്തിപരമായ വിരോധം ഇല്ല. ഈ വെടിവെപ്പിൽ മരിച്ച ആളുകളെ അല്ലെങ്കിൽ വെടിയേറ്റ ആളുകളോട് വ്യക്തിപരമായ ഒരു വിരോധവും ഉണ്ടായിരുന്നില്ല. സർക്കാരിന്റെ കാര്യങ്ങൾ നടപ്പാക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അവിടെ സ്വാഭാവികം നമുക്കറിയാം, പോലീസ് എന്ന് പറയുന്ന സേന അത് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട സേനയാണ്. ജനങ്ങളുടെ സുരക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനപ്രതിനിധികളുടെ MLA-മാർ ഉൾപ്പെടെ ഉള്ള ജനപ്രതിനിധികളുടെയും മന്ത്രിമാരുടെയും ഒക്കെ സുരക്ഷ കൂടി ഉറപ്പുവരുത്തേണ്ടതാണ്. അവിടെ ഒരു വലിയ പ്രശ്നം ഉണ്ടാകുന്നു, വലിയ ആൾക്കൂട്ടം ഉണ്ടാകുന്നു, മന്ത്രി അവിടേക്ക് പോകുന്നു. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, മന്ത്രി അത്രയും ഒരു വലിയ നമുക്ക് ആ സമയത്ത് പ്രശ്നങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ട് അവിടേക്ക് മന്ത്രി പോകണമോ പോണ്ടേ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ട മന്ത്രിയാണ്. മന്ത്രിക്ക് വേണമെങ്കിൽ പോകാതിരിക്കാമായിരുന്നു. പക്ഷെ MV രാഘവൻ അവിടേക്ക് ഞാൻ പോകും എന്നുള്ള പിടിവാശിയോടുകൂടി പോകുന്നു. അതേ പിടിവാശി ഇവിടെ സമരക്കാർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഒരു വല്ലാത്ത ടെൻഷൻ നിൽക്കുന്ന സ്ഥലത്താണ് ഈ തരത്തിലൊരു വെടിവെപ്പിനുള്ള ഉത്തരവുണ്ടാവുന്നത്. അത് അനിൽകുമാർ പറഞ്ഞു വരാൻ ഉത്തരവ് കൊടുത്തിട്ടുണ്ട് ഹക്കീം ബത്തേരിയാണ് എന്നുള്ള ആരോപണങ്ങൾക്ക് അന്നേ ഉണ്ടായിരുന്നു. ഒരുപാട് അല്ല, ഹക്കീം ബത്തേരിയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അന്നേ ആരോപിക്കപ്പെട്ടിരുന്ന കാര്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതാരായാലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ക്രമസമാധാന പാലനത്തിന് വേണ്ടി എടുക്കുന്ന നടപടികൾ, ആ നടപടികൾ വ്യക്തിപരമായ വിരോധത്തിന്റെ കാര്യമല്ലാന്ന് ഇതേ കേസിൽ സുപ്രീം കോടതി കോടതി വിധിച്ചിട്ടുള്ളതാണ്. കോടതിയുടെ ഉത്തരവതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് അങ്ങനെയുള്ള ഒരാള് കോടതി കുറ്റവിമുക്തനാക്കിയിട്ട് ഒരാളെ DGP ആക്കുക എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് എന്ന് പറയുന്നത് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അപ്പുറത്തേക്കായിട്ട് രാഷ്ട്രീയ നേതാക്കന്മാർക്ക്, ഭരിക്കുന്ന ആളുകൾക്കോ പ്രതിപക്ഷ സജീവൻ, നിതിൻ അഗർവാളിന്റെയോ യോഗേഷ് ഗുപ്തയുടെയോ പേരിലേക്ക് സർക്കാർ എത്താത്തത് എന്തുകൊണ്ടായിരിക്കും? ശ്രീ സജീവ്. അല്ല, അത് മുഖ്യമന്ത്രി തന്നെ ഇതിന് ഭാഗമായിട്ട് മന്ത്രിസഭ യോഗത്തിൽ പറഞ്ഞു എന്ന് നമ്മൾ വാർത്തയായിട്ട് കേൾക്കുന്നുണ്ടല്ലോ.
തമ്മിൽ ഭേദം ഇദ്ദേഹമാണ്, റവാഡ ചന്ദ്രശേഖരനാണ് എന്ന് പറയുന്നു. മുഖ്യമന്ത്രിക്ക് മറ്റു പല കാര്യങ്ങളും ഇവർക്കൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ, സർക്കാരിനെ ഏതാണ്ട് വെട്ടിലാക്കുന്ന രൂപത്തിലുള്ള ചില നിലപാടുകളൊക്കെ എടുത്ത കാര്യങ്ങളൊക്കെ, യോഗേഷ് ഗുപ്തയുടെ കാര്യത്തിലൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് സ്വാഭാവികമാണ്. കാരണം ഈ DGP തസ്തികയിലുള്ള ഒരാൾ, ചീഫ് സെക്രട്ടറി DGP എന്നൊക്കെ പറയുമ്പോൾ സർക്കാരിന്റെ നയങ്ങൾ അത് സർക്കാരിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് നടപ്പാക്കേണ്ട ആളുകളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും സർക്കാരുമായിട്ടൊരു DGP ഏറ്റുമുട്ടും. അത് നമ്മൾ കേരളത്തിൽ കണ്ടതാണ്. സർക്കാരുമായിട്ട് ഏറ്റുമുട്ടുന്ന DGP എന്ന ഒരു രീതി. അപ്പൊ അത് പരസ്യമായ പ്രസ്താവനകൾ, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത DGP ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ് കേരളം. അപ്പൊ അങ്ങനെ അത് എവിടെയായാലും ആര് ഭരിക്കുമ്പോൾ ആണെങ്കിൽ പോലും സർക്കാരുമായിട്ട് ഈ ഇത്തരത്തിലുള്ള വളരെ ഉന്നതമായ രീതി, പ്രത്യേകിച്ച് ക്രമസമാധാന പാലനവുമായി ബന്ധപ്പെട്ട ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ഒരാള്, അദ്ദേഹം സർക്കാർ വലത്തോട്ട് എന്ന് പറയുമ്പോൾ ഇടത്തോട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടായി തീരും. അപ്പൊ അങ്ങനെ ഉണ്ടാവും. വേറെ ഏതെങ്കിലുമൊക്കെ വകുപ്പിലേക്ക്, ഇപ്പൊ ഫയർ ആൻഡ് റെസ്ക്യൂയിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വകുപ്പിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അവരവിടെ ചെയ്യുന്നത് വലിയ പ്രശ്നമാണെന്നില്ല. ഇപ്പൊ ജയിൽ വകുപ്പ് മേധാവിയായിട്ട് നിയമിക്കാം. പക്ഷെ അതേപോലെയല്ല, ഇത് സർക്കാർ താല്പര്യം വേണം. റവാഡയേക്കാൾ മുഖ്യമന്ത്രി പറഞ്ഞിടത്താണ് കാര്യം. റവാഡയെ പൂർണ്ണമായിട്ട് അവര് ഉൾക്കൊള്ളുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ താരതമ്യേന തമ്മിൽ ഭേദം എന്ന വാക്ക് മുഖ്യമന്ത്രി പ്രയോഗിച്ച് ആ തമ്മിൽ ഭേദം റവാഡയാണ് എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന്റെ കാര്യത്തിൽ തൃപ്തിയില്ല. അതൊരു പക്ഷേ ഈ തളിപ്പറമ്പ് ശ്രീ എ സജീവൻ, ഞാൻ താങ്കളിലേക്ക് വരാം. ഉല്ലാസ് ബാബു കൂടി, BJPയുടെ പ്രതിനിധി ഉല്ലാസ് ബാബു കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ഈ സർക്കാരിന്റെ ഈ തീരുമാനത്തെ, റവാഡ ചന്ദ്രശേഖരനെ പുതിയ സംസ്ഥാന പോലീസ് മേധാവിയാക്കാനുള്ള തീരുമാനത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? നേരത്തെ വിമർശനമൊക്കെ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും പിന്നീട് കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുന്നത്, ഈ അന്വേഷണ റിപ്പോർട്ടിൽ ക്ലീൻ ചിറ്റ് നൽകുന്നത്, ഇതൊക്കെയാണ് ഇപ്പോൾ CPIM-ഉം സർക്കാരും അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്. അപ്പോൾ തന്നെ പൂർണ്ണാർത്ഥത്തിൽ ഈ റവാഡ ചന്ദ്രശേഖർ എന്ന പേരിനോട് സർക്കാരിന് താല്പര്യമില്ല എന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. തമ്മിൽ ഭേദം എന്ന നിലയിലാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ള കാര്യം അറിയില്ല. BJP എങ്ങനെയാണ് ഈ തീരുമാനത്തെ നോക്കിക്കാണുന്നത്? ശ്രീ ഉല്ലാസ് ബാബു. അല്ല, BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ട് പറയാം. ഇതിനകത്ത് ഒരു DGPയെ നിയമിക്കുന്നു, അതിന് പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സിൻ്റെ പരമായിട്ട് അവർ DGPയെ സെലക്ട് ചെയ്തു, സ്പെഷ്യൽ ക്യാബിനറ്റ് അത് അംഗീകരിച്ചു, അദ്ദേഹം DGP ആയി. സ്വാഭാവികമായിട്ട് CPM-നകത്ത് ചില ആളുകൾക്ക് അതിൽ വിരോധം ഉണ്ടാവും. അത് കോടതി കുറ്റവിമുക്തമായിട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അത് സ്വാഭാവികമല്ലേ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അതിൽ ഉന്നയിക്കേണ്ട വിഷയം അതിനകത്തില്ല. കാരണം കൂത്തുപറമ്പ് എന്ന് പറയുന്ന വിഷയം എന്താണ്, എന്തിനായിരുന്നു തർക്കം ഉണ്ടായത്, എന്തിനു വേണ്ടിയായിരുന്നു മരിച്ചു വീണത്, അത് വളരെ കൃത്യമല്ല. ആ വിഷയം സ്വാശ്രയ കോളേജുമായി ബന്ധപ്പെട്ടാണ്. ആ സ്വാശ്രയ കോളേജുമായി ബന്ധപ്പെട്ട് CPM-ൻ്റെ ഇപ്പോഴത്തെ നിലപാടെന്താ? അവിടെ വിളിച്ച ഓരോ മുദ്രാവാക്യങ്ങളിലും CPM എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. അവരിപ്പോൾ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. കാലാകാലമായിട്ട് ഇവർ തന്നെ നിലപാട് മാറ്റത്തിൻ്റെ അച്ഛന്മാരാണ് ഇവർ. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ വിഷയം ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇതിനെ അവർക്ക് എതിർപ്പ് എന്നുള്ളതിൽ അതൊക്കെ ഒരു അണികളെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഓരോ അഭ്യാസങ്ങൾ പറയുന്നു എന്നല്ലാതെ അതൊന്നും പ്രത്യേകിച്ച് കാമ്പുള്ള കാര്യമില്ല. ഇവർ ആ വിഷയത്തിലില്ലെന്നിപ്പോൾ. ആ വിഷയത്തെ പരിപൂർണമായിട്ട് അവരെന്തിനായിരുന്നോ സമരം, ആ പാവങ്ങളും മരിച്ചു വീണവരൊക്കെ പോയി എന്നല്ലാതെ CPM-നൊന്നും സംഭവിച്ചിട്ടില്ല. ആ ശവക്കലറ കുത്തി തുറന്ന് പുറത്തു വരാനുള്ള ശേഷി അവർക്കുണ്ടായിരുന്നെങ്കിൽ അന്നത്തെ CPM നേതാക്കന്മാരോട് ഇവർ ചോദിച്ചേനെ എന്തിനാണ് ഞങ്ങളുടെ കുടുംബത്തെ അനാഥമാക്കിയത് എന്നുള്ളത്. അതൊക്കെ അവിടെ കൃത്യമായി കെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നവർ എന്തിൻ്റെ വക്താക്കളാണെന്ന് നമുക്കറിയാം. ഒരു കാര്യം, തമ്മിൽ ഭേദം എന്നുള്ള പദമൊക്കെ മുഖ്യമന്ത്രി ഒഴിവാക്കാമായിരുന്നു. അത് കേരളത്തിൻ്റെ ലോ ആൻഡ് ഓർഡറിനെ എല്ലാം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുകയും മൊത്തം പോലീസ് സേനയെ നയിക്കുകയും ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് തമ്മിൽ ഭേദം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു മുഖ്യമന്ത്രിക്ക് ചേരുന്നൊരു പദമൊന്നുമല്ല. പിന്നെ അദ്ദേഹം അത് പറഞ്ഞുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ രീതിയിലല്ലേ പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കുറവുണ്ടോ കൂടുതലുണ്ടോ എന്നുള്ളത് അദ്ദേഹം തീരുമാനിച്ചോട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ്. ഒരു കൃത്യമായിട്ടുള്ള പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റ് പ്രകാരം തീരുമാനമെടുക്കേണ്ടതായിട്ടുണ്ട്. ആ തീരുമാനം എടുത്തു തന്നെയാണ് പറ്റുള്ളൂ. ഇവരെന്തൊക്കെ യുദ്ധം മുട്ടിയാലും തീരുമാനം എടുത്തേ പറ്റൂ. പിന്നെ ഇവർക്ക് താല്പര്യമുള്ള ആളുകളെ കുത്തിക്കയറ്റാൻ ഇവർ ശ്രമിച്ചില്ല എന്ന് ബഹുമാനപ്പെട്ട അനിലായിട്ട് പറഞ്ഞാൽ അത് തെറ്റാണ്. ഇവർ അതിനു വേണ്ട ശ്രമമൊക്കെ കൃത്യമായി നടത്തിയിട്ടുണ്ട്. ആ ശ്രമം പരാജയപ്പെട്ടു. ആ ശ്രമം പരാജയപ്പെട്ടതിൽ ഇവർക്ക് വിഷമവുമുണ്ട്. ആ വിഷമം ഒരു മൂടി വെക്കുന്നു എന്നുള്ളതാണ്. ആ വിഷമം പല വാക്കുകളിലൂടെ പുറത്തു വരുന്നു എന്നുള്ളതാണ്. ഈ തമ്മിൽ ഭേദം എന്നുള്ള വാക്കൊക്കെ പുറത്തു വരാൻ കാരണം, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എങ്കിലും പറയാൻ കാരണം, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആഗ്രഹിച്ച ശിക്ഷ്യൻ വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പിന്നെ അതിനകത്ത് ടെക്നിക്കാലിറ്റി
പെനാൽറ്റിയൊക്കെ പറയാം. അതൊക്കെ നിങ്ങൾ മറികടക്കാനും ശ്രമിച്ചിട്ടുണ്ട്, മറികടന്നതിന് സൂത്രപ്പണി ഒപ്പിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അത് വിജയിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമാണ് എൻ്റെ യാഥാർത്ഥ്യം. DGPക്ക് എല്ലാവിധ ആശംസകളും നേരുക എന്നൊപ്പം തന്നെ കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒരു പോലീസിനെ കൃത്യമായി മുന്നോട്ട് നിർത്തി കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കണം എന്ന് മാത്രമാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. കേരളത്തിൻ്റെ എല്ലാ തെരുവീതികളിലും മയക്കുമരുന്നുകാരും തെമ്മാടികളും ഒക്കെ അങ്ങനെ വിളയാടി നടക്കുന്ന സമയമാണ്. അവരെ കൂച്ചുവലം കണ്ട ഉത്തരവാദിത്തമുണ്ട്. ഉത്തരവാദിത്തത്തിൽ നിന്ന് നിരവധി സമയം രാഷ്ട്രീയ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ മാറി നിൽക്കുന്നു. അത് അധികാരവർഗത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഇടപെടലാണ് എന്ന് നിരവധി വിഷയങ്ങളിൽ ഉണ്ടായിട്ടുള്ളതാണ്. അതിൽ നിന്നൊക്കെ കൃത്യമായിട്ട് ആ സേനയെ നയിക്കാൻ അദ്ദേഹം തയ്യാറാകണമെന്നും ഒപ്പം തന്നെ സമാധാനാന്തരീക്ഷവും മനസമാധാനവും നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഉൾക്കൊള്ളുന്ന സമൂഹത്തിന് കൊടുക്കാനുള്ള ഉത്തരവാദിത്ത ബോധം അദ്ദേഹം കാണിക്കട്ടെ എന്ന് മാത്രമാണ് BJPക്ക് അതിനകത്ത് പറയാനുള്ളത്. ശരി, അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ശ്രീ K. അനിൽകുമാർ, ഇവിടെ ഉയർന്നു വന്ന വിമർശനങ്ങൾക്ക് മറ്റ് ചർച്ചയിൽ പങ്കെടുത്ത മറ്റുള്ളവർ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾക്ക് താങ്കൾക്ക് മറുപടി പറയാം. അതുപോലെ തന്നെ ഇപ്പോൾ ഉല്ലാസ് ബാബു ഒക്കെ സംസാരിക്കുന്ന ഘട്ടത്തിൽ ചൂണ്ടിക്കാട്ടിയത് MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ പുതിയ തീരുമാനത്തിൽ അങ്ങനെ യാതൊരു തരത്തിലുള്ള അസ്വാഭാവികതയുമില്ല എന്ന് പൂർണ്ണമായി CPIM വിശ്വസിക്കുന്നു എന്ന് താങ്കൾ വിശദീകരിക്കുന്നു. ഇത് അണികളിൽ പൂർണ്ണമായി തന്നെ ചില നേതാക്കളെ തന്നെ ക്കൾക്കിടയിൽ തന്നെ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനമായി പോയി എന്ന വിമർശനം ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. ഇതിനൊക്കെ ഇടയിൽ ഈ തീരുമാനം കൃത്യമായി വിശദീകരിക്കാൻ, അണികളോട് വിശദീകരിക്കാൻ ആ സെക്രട്ടറിയുടെ പ്രതികരണം കൊണ്ട് കഴിയും, അല്ലെങ്കിൽ ഈ ഇപ്പോൾ പിന്നീട് അദ്ദേഹത്തെ കുറ്റമുക്തനാക്കിയതാണ്, അങ്ങനെ കൂത്തുപറമ്പുമായി ഇതിനെ കണക്ട് ചെയ്യേണ്ടതേയില്ല, മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചേർത്ത് പറയാം എന്നതാണോ ശ്രീ അനിൽകുമാർ? അല്ല, CPM-നോ ഗവൺമെന്റിനോ മറുപടി പറയാൻ പറ്റാത്ത ഒരു കാര്യവും ഈ നിയമനത്തിലില്ല. നിയമവാഴ്ചയുള്ള ഒരു നാടാണ്. ഇവിടെ എങ്ങനെയാണ് IPS ഉദ്യോഗസ്ഥന്മാരെയും IAS ഉദ്യോഗസ്ഥന്മാരെയും കേന്ദ്രത്തിലെ ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്നത്? രാജ്നാഥ് സിംഗിന്റെ കാല് തിരുമുന്ന ഒരു IAS-കാരന്റെ ചിത്രം നമ്മുടെ മുമ്പിൽ കാണാം. അങ്ങനെ കേരളത്തിലെ ഏതെങ്കിലും ഒരു സർക്കാർ അതിന്റെ ഭാഗമായി ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന നിലയില്ല. ഇന്ത്യ രാജ്യത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ എങ്ങനെയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ, അമിത്ഷാ സർക്കാരിന്റെ കീഴിൽ ഉപയോഗിക്കപ്പെടുന്നത്? അതിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ വർഗീയ കലാപങ്ങൾ നടക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് തന്നെ ഈ മോദി അധികാരത്തിൽ വന്ന ശേഷം നടന്ന കലാപങ്ങൾ എത്രയോ വലിയ സംഘർഷങ്ങൾ. ഇത്തരം ഒരു കാര്യം ഇവിടെ ഇല്ല എന്ന് മാത്രമല്ല, ഇവിടെ BJP പ്രകൃതി അടക്കം ആഗ്രഹിക്കുന്ന തരത്തിൽ കേരളത്തിലൊരു സംഘർഷം അനുവദിക്കുന്നില്ല. BJPക്ക് ശേഷിയുള്ളിടത്ത് രാമനവമി ഘോഷയാത്ര വരുമ്പോൾ സംഘർഷമായി. മയക്കുമരുന്നുകാരെ അടിച്ചോടിക്കാനാണ് ശ്രമിച്ചത്. നിങ്ങളുടെ നാട്ടില് മനസമാധാനം ഇല്ല ചേട്ടാ, കൊലപാതകങ്ങൾ കുറവാ. ശരി, അദ്ദേഹത്തിന്റെ സമയമാണ്. ആറാട്ടുകയല്ലേ ഇവിടെ? അല്ല, ഇടപെടണ്ടേ? ആ പറഞ്ഞ വിഷയത്തിൽ ഇടപെടണ്ടേ? അതെ, ഉത്തർപ്രദേശില് ഒരു ഘോഷയാത്ര പോകുമ്പോ മുസ്ലിങ്ങളുടെ പള്ളിയെല്ലാം പർദ്ദയിട്ട് മൂടണം. ഇതാണ് ഇന്ത്യ രാജ്യത്തെ അനുഭവം. ഇന്ത്യ രാജ്യത്തെ അനുഭവം ഇതാണ്. ഇതൊന്നും കേരളത്തിലെ പോലീസ് സമ്മതിക്കില്ല. അത് IPS-ഓ IAS-ഓ ഒക്കെ പൊതു ഇന്ത്യയിലാണെങ്കിലും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റാണ്, ഇടതുപക്ഷ ഗവൺമെന്റാണ്, മതസൗഹാർദ്ദം ഉറപ്പാക്കുന്നൊരു ഗവൺമെന്റാണ്. അതുകൊണ്ട് വർഗീയവാദികളുടെ ഒരു തരത്തിലുള്ള കടന്നാക്രമണം കേരളത്തിൽ അംഗീകരിക്കില്ല. പിന്നെ ഇന്നലെ പോലീസ് പറഞ്ഞെന്താണ്? ഗുണ്ടകളുടെ ജോലി ചെയ്തു, പോലീസിന്റെ പണി ചെയ്തു. ഗുണ്ടകളുടെ ജോലി ചെയ്തു, അപ്പൊ പോലീസിന്റെ പണിയെടുത്തു. അങ്ങനെ ഏത് ഗുണ്ടയാണെങ്കിലും പോലീസിന്റെ പണിയെടുക്കാൻ പറ്റുന്ന കേരളമാണ് എന്നല്ലേ ഇന്നലെ അവിടുത്തെ പോലീസ് ഓഫീസർ പറയുന്നത്. ഞാൻ പറയട്ടെ സാർ, നിങ്ങളുടെ പ്രാപ്തി പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥരല്ലേ? നിങ്ങളുടെ കഴിവുകെട്ട ആഭ്യന്തര വകുപ്പല്ലേ? ഇവിടെ കൊലപാതകങ്ങൾ ചെറുതാണോ? 4 പേരെയും 3 പേരെയും ഒരു വീട്ടിൽ കൊല്ലുന്നത് ശരിയാണോ? നിങ്ങൾ പറ. നമുക്ക് ചെറിയൊരു ഇടവേളയിലേക്ക് കടക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ അനിൽകുമാറിന്റെ പ്രതികരണം കൂടി ലഭ്യമാക്കിയതിനു ശേഷം വേണം എനിക്ക് ആ ഇടവേളയിലേക്ക് കടക്കാൻ. അതുകൊണ്ടാണ് താങ്കളിലേക്ക് ഉറപ്പായും തിരിച്ചു വരുന്നതായിരിക്കും. ഇപ്പോൾ അനിൽകുമാർ സംസാരിക്കട്ടെ. ശ്രീ അനിൽകുമാർ. അല്ല, റിജിത്തിനും 24-നും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? ഇവിടെ നമ്മൾ ഈ ചർച്ചയിൽ ഇങ്ങനെ എനിക്കൊരു മറുപടി പറയാൻ അവസരം കിട്ടിയിട്ട് വേറെ ആളുകൾ പറഞ്ഞ പിന്നെ ചർച്ച ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇല്ല, ഇത് അനിൽകുമാറിന്റെ സമയമാണ്. അനിൽകുമാറിന് സംസാരിക്കാം. ഉല്ലാസ് ബാബുവിലേക്ക് ഉറപ്പായും ഈ ഉന്നയിക്കുന്ന കാര്യങ്ങളിലും ഈ പറയുന്ന കാര്യങ്ങളിലും എത്ര ഇടപെടലായി? താങ്കൾ സംസാരിക്കൂ, താങ്കളുടെ സമയമാണ്. എത്ര ഇടപെടലായി? താങ്കൾ സംസാരിക്കൂ, താങ്കളുടെ സമയമാണ് ശ്രീ അനിൽകുമാർ. നിങ്ങൾക്ക് അയാളെ വിലക്കാനാവില്ലെങ്കിൽ
ഞാൻ അല്ലെ നിങ്ങൾക്ക് അദ്ദേഹത്തെ വിലക്കാനാവില്ലെങ്കിൽ താങ്കൾ അതിൽ രണ്ട് തവണ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ ചർച്ച തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ റിജിൽ മാക്കുറ്റി ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ആദ്യം തന്നെ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്ന ആൾ എന്താണ് പറയുന്നത് എന്ന് കേൾക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം. ഇപ്പോൾ ഉല്ലാസ് ബാബു താങ്കളുടെ സമയത്തിൽ ഇടപെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ സമയമാണ്, കെ അനിൽകുമാറിൻ്റെ സമയമാണ് എന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തോട് സംസാരിക്കാതിരിക്കാനും താങ്കളിലേക്ക് വീണ്ടും വരും. അങ്ങനെയല്ലേ ഒരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക ശ്രീ അനിൽകുമാർ? അതെ. അപ്പോൾ അവിടെ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ രാജ്യത്ത് വർഗീയവാദികൾ അഴിഞ്ഞാടുന്നത് കേരളത്തിൽ സാധിക്കത്തില്ല. അത് ഇസ്ലാമിക വർഗീയത കൊണ്ടിരുന്നവരും ഹിന്ദു വർഗീയത കൊണ്ടിരുന്നവരും മറ്റു വർഗീയത കൊണ്ടിരുന്നവരുമെല്ലാം മതവിശ്വാസികളല്ല, അവർ രാഷ്ട്രീയ കച്ചവടക്കാരാണ്. ആ കച്ചവടത്തിന്റെ തലസ്ഥാനമാണ് RSS, BJP. ഇവിടെ പറഞ്ഞല്ലോ അണികളെ വിഡ്ഢികളാക്കുന്നു. അങ്ങനെയാണോ ഒരു വിഡ്ഢി ആയിട്ട് BJPയുടെ പ്രതിനിധി വന്നിരിക്കുന്നത്? നിങ്ങളുടെ ഭരണഘടന കയ്യിലുണ്ടോ? ഗൂഗിൾ എടുത്ത് നോക്കി BJPയുടെ ഭരണഘടന. BJPയുടെ ഭരണഘടന പറയുന്നു ഗാന്ധിയൻ സോഷ്യലിസം. 1980 BJP ഉണ്ടാക്കിയ BJPയുടെ ഭരണഘടനയിലെ ഉദ്ദേശ ലക്ഷ്യം ഗാന്ധിയൻ സോഷ്യലിസമാണ്. നടപ്പാക്കുന്ന സോഷ്യലിസമാണോ? അത് ഭരണഘടനയിൽ നിന്ന് മതേതരത്വം സോഷ്യലിസം എടുത്തു മാറ്റണം. ഗാന്ധിയൻ സോഷ്യലിസവും മതേതരത്വം വേണമെന്ന് ഭരണഘടന എഴുതിപിടിച്ചിട്ടാണ് BJPക്കാര് ബാബറി മസ്ജിദിന്റെ അടി തോണ്ടിയത്, പള്ളികൾ പൊളിക്കുന്നത്, ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നത്. നരേന്ദ്രമോദി ഈ വൃത്തികെട്ട പ്രസംഗങ്ങൾ, ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ പോലുള്ള വൃത്തികെട്ട പ്രസംഗം, എന്താ പ്രസംഗം നടത്തിയത്? അനിൽകുമാർ, നമ്മൾ വീണ്ടും ഇടപെടേണ്ടി വരുന്നത്, താങ്കൾ പ്രകോപിതനാവരുത്, വീണ്ടും ഇടപെടേണ്ടി വരുന്നത് നമ്മൾ ആ വിഷയത്തിൽ നിന്ന് ഒരുപാട് മറ്റ് ജനറലായ വിഷയങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളത് കൊണ്ടാണ്. താങ്കൾ അതിനുള്ള മറുപടി പറഞ്ഞ ശേഷം എനിക്ക് ചെറിയൊരു ഇടവേളയിലേക്ക് കടക്കണം ശ്രീ അനിൽകുമാർ. അല്ല, അതല്ലേ പറയുന്നത്. അങ്ങനെ നമ്മുടെ രാജ്യത്ത് വർഗീയവാദികൾക്ക് കീഴ്പ്പെടുന്ന IAS-ഉം IPS-ഉം ഉദ്യോഗസ്ഥന്മാരുള്ളിടത്ത് കേരളത്തിൽ 3 IPS ഉദ്യോഗസ്ഥന്മാരുടെ പട്ടിക കിട്ടി, കേന്ദ്രം അംഗീകരിച്ച് കിട്ടി. ഈ കിട്ടിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ RSSകാരെ കാണാതെ നടക്കുന്നവരാണോ? കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോയാൽ RSSന്റെ ആഫീസിൽ പോകാത്തവരാണോ? ഞങ്ങൾക്ക് യാതൊരു ഉറപ്പുമില്ല ഒരു കാര്യത്തിലും. അതുകൊണ്ട് ADGP അജിത് കുമാർ മാത്രമല്ല RSSന്റെ ആഫീസിൽ പോവുക. കേന്ദ്ര ഡെപ്യൂട്ടേഷൻ പോകുന്നവരെല്ലാം രാജ്നാഥ് സിംഗിന്റെ കാല് തിരുമുകയും അമിത്ഷായുടെ വീട്ടിൽ പോയി പാത്രം കഴുകുകയും ചെയ്യുന്ന എത്രയോ പേരെ ഇവർ നിർമ്മിച്ചിട്ടുണ്ട് ഈ BJPക്കാര്. അവര് വന്നിട്ട് ന്യായം പറയുകയാണ്. ഏത് ന്യായം? ഇന്ത്യ മുഴുവൻ ഈ വൃത്തികെട്ട പ്രവർത്തനം, ഭരണകൂടത്തെ തങ്ങളുടെ വരുതിയിൽ നിർത്തുകയും വർഗീയ കലാപം നടത്തിക്കൊണ്ടിരിക്കുകയും അതിനെല്ലാം പിന്തുണ കൊടുക്കുകയും ചെയ്യുന്ന പ്രവർത്തനം, ഗുജറാത്ത് കലാപം അടക്കം നടപ്പാക്കിക്കൊണ്ടിരുന്ന കൂട്ടർ വന്നിട്ട് പറയുകയാണ് ഞങ്ങൾ അണികളെ പറ്റിക്കുന്നു. പറ്റിക്കുന്ന ആരാണ്? പറ്റിക്കുന്ന BJPയാണ്. ആ BJPയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ കേരളത്തിലെ സർക്കാരിന്റെ നിലപാട് കൃത്യമാണ്. BJPയുടെ പ്രതിനിധിയോട് ഞാൻ ചോദിക്കുന്നു, ഞങ്ങൾ നിലപാട് മാറ്റിയോ? പരിയാരം മെഡിക്കൽ കോളേജിനെ സ്വകാര്യ ട്രസ്റ്റാക്കി മാറ്റണമെന്നായിരുന്നു കരുണാകരന്റെ ആഗ്രഹം. നടന്നോ? അതിനെതിരായിട്ടാണ് ഞങ്ങളുടെ 6 സഖാക്കൾ രക്തസാക്ഷികളായത്. ഞങ്ങൾ തലകുനിക്കണോ? സ്വാശ്രയ കോളേജ് പ്രശ്നം പിന്നെ വന്നതാണ്. നിങ്ങൾ കൂട്ടിക്കുഴച്ചിട്ട് ഇപ്പൊ സ്വകാര്യ സർവകലാശാല വിടുന്നു. സ്വകാര്യ സർവകലാശാലയും ഈ പരിയാരം മെഡിക്കൽ കോളേജുമായിട്ട് വല്ല ബന്ധമുണ്ടോ? നമ്മുടെ നാട്ടിലെ ആളുകൾ ചർച്ചയ്ക്ക് വരുമ്പോൾ ഇതെല്ലാം കൂടെ ആളുകളുടെ ഓർമ്മയെ കൂട്ടിക്കുഴയ്ക്കാൻ ഇങ്ങനെ കള്ളം പറയുകയാണ്. അവിടെ കൃത്യമായിട്ട് പറയാം. ഒന്നാമത്തെ കാര്യം, കേരള സർക്കാർ നിയമവാഴ്ച ഉയർത്തിപ്പിടിക്കും. ഇപ്പോഴത്തെ DGPയെ ഞങ്ങളാരും ഇവിടുന്നും കൊണ്ടുവന്നതല്ല, അതുപോലെ DGP വന്നിരിക്കുന്നു. നിയമം പാലിക്കണം. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ എന്തായിരുന്നോ ശീലം, ആ ശീലങ്ങൾ കേരളത്തിൽ നടക്കൂല. ശരി, ശ്രീ റജിൽ മാക്കുറ്റി, താങ്കൾ ചർച്ചയുടെ തുടക്കത്തിൽ ചൂണ്ടിക്കാട്ടിയ ചില കാര്യങ്ങളിൽ അനിൽകുമാർ അതൃപ്തി രേഖപ്പെടുന്നതും പിന്നീട് തന്നെ ഞാൻ ഇടപെട്ടില്ല എന്നുള്ള വ്യക്തിപരമായ വിമർശനം ഉന്നയിക്കുന്നതും ഒക്കെ കണ്ടു. താങ്കൾ പറയുന്നത് എന്താണ് എന്ന് കേൾക്കുക എന്നുള്ളതാണ് ആ ഘട്ടത്തിൽ സ്വീകരിച്ച നിലപാട്. ഇത് ഇവിടെ ഇപ്പോൾ കുറ്റാന്വേഷണ രംഗത്ത് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യുന്നതിലൊക്കെ ഒരു മികച്ച ഉദ്യോഗസ്ഥനാണ് റവാഡ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കേന്ദ്രത്തിലടക്കം അദ്ദേഹം വഹിച്ചിരുന്ന പദവി, അദ്ദേഹത്തിന് ലഭിച്ചിരുന്ന സ്ഥാനക്കയറ്റങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് വളരെ മികച്ചതാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും. അതിനിടയിൽ പക്ഷേ ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുമ്പോൾ കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടാണ് CPIM ആ തീരുമാനത്തിന് നേരെ, സർക്കാരിൻ്റെ ആ തീരുമാനത്തിന് നേരെ ചില ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. അണികൾക്കിടയിൽ ഇതൊരു അതൃപ്തി രൂപപ്പെടുത്തുമോ എന്നുള്ള വിമർശനം ഉണ്ടാകുന്നത്. ഇന്ന് P. ജയരാജൻ സംസാരിക്കുന്ന ഘട്ടത്തിലും നീതി നടപ്പാക്കുക എന്നാൽ എല്ലാവർക്കും നീതി നടപ്പാക്കുക എന്ന തരത്തിലാണ് എന്നൊരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ഇത് നേതാക്കൾക്കടക്കം അതൃപ്തി ഉണ്ടാക്കുന്ന ഒരു തീരുമാനമാണോ എന്ന ചോദ്യം സ്വാഭാവികമായും
അവിടെ ഉയർന്നു നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ രമൺ ശ്രീവാസ്തവയുടെ കാര്യത്തിലാണെങ്കിൽ അടക്കം സർക്കാർ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ചില തീരുമാനങ്ങൾ എടുക്കുകയും വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്ത സാഹചര്യമുണ്ട്. MV രാഘവൻ്റെ കാര്യത്തിലാണെങ്കിൽ തന്നെ അവസാന കാലത്ത് പാർട്ടി MVRനോട് അടുപ്പം കാണിക്കുന്നതും പിന്നീട് നികേഷ് കുമാറിന് സീറ്റ് നൽകുന്നതും ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊന്നും ഒരു പുതിയ കാര്യമല്ല. കോൺഗ്രസ് അതിലൊരു ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ടൊരു വിമർശനത്തിലേക്ക്, ഗൗരവമായ വിമർശനത്തിലേക്ക് കടക്കുന്നില്ല എന്നുള്ളതാണ് റിജിൽ മാക്കുറ്റി. ഞാനിവിടെ പറഞ്ഞതിപ്പോൾ അനിൽകുമാറിന് സന്തോഷിക്കുന്ന കാര്യങ്ങൾ പറയാനല്ലല്ലോ ഞാൻ 24 ചർച്ചയ്ക്ക് വന്നത്. അനിൽകുമാറിൻ്റെ രാഷ്ട്രീയത്തെ വിമർശിക്കുക എന്നുള്ളതാണല്ലോ ഞങ്ങളുടെ നിലപാട്. രാഷ്ട്രീയ വിമർശനം എന്ന് പറയുമ്പോൾ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെട്ട വിമർശനങ്ങളാണ്. ഇവർ ഇന്നലകളിൽ എടുത്ത നിലപാട്, ആ നിലപാടിൽ നിന്ന് വിഭിന്നമായി ഓരോ ഘട്ടത്തിലും ഈ നിലപാടുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന അവരുടെ രാഷ്ട്രീയ നിലപാടിനെയാണ് ഞാൻ വിമർശിച്ചത്. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യത്തിനകത്ത് ഏതാണ് തെറ്റായ കാര്യം? പരിയാരം മെഡിക്കൽ കോളേജിനെതിരെയാണ് സമരം. പരിയാരം മെഡിക്കൽ കോളേജിനെതിരെ സമരം എന്ന് പറഞ്ഞ് MV രാഘവനെതിരെയാണ് സമരം. വ്യക്തിപരമായി MV രാഘവനോടുള്ള രാഷ്ട്രീയ പക. അന്ന് TP ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി കൊലപ്പെടുത്താൻ സാധിക്കാത്തത് കൊണ്ട്, രാഘവൻ എന്ന മന്ത്രിയായതുകൊണ്ട് സമരത്തിലൂടെ രാഘവനെ കൊല്ലാനുള്ള തീരുമാനം എടുത്തത്. സമരം എന്ന് പറയുന്ന ഒരു മുഖം മാത്രമാണ്. അതിൻ്റെ പിന്നിൽ വലിയ രൂപത്തിലുള്ള അക്രമ പരമ്പരകൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ അനിൽകുമാർ പറയുമ്പോൾ കൂത്തുപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ. എനിക്കറിയാലോ അവിടെ നടന്ന അക്രമങ്ങൾ. ആ ബാങ്കുമായി ബന്ധപ്പെട്ട്, ഞങ്ങളുടെ ബാങ്ക് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടന്ന അക്രമങ്ങളും ഞങ്ങളുടെയല്ല കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാരെയൊക്കെ അതിഭീകരമായി ആക്രമിച്ച് കൊലപ്പെടുത്താൻ നടത്തിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ നാട്ടുകാരനായ ശ്രീ KK പ്രകാശ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഇവരുടെ ഗുണ്ടാസംഘം ആക്രമിച്ച് അദ്ദേഹത്തെ ഓവുചാലിലിട്ട് പെട്രോളിച്ച് കത്തിക്കാൻ നോക്കുന്ന സമയത്ത് പോലീസുകാരൻ വന്നതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടത്. അത്രയും ഭീകരമായ സംഭവങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ നാട്ടിൽ നടന്ന സംഭവമായതുകൊണ്ട് എനിക്കറിയാം. കോട്ടയംകാരനായ അനിൽകുമാറിന് എത്രത്തോളം ബോധ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം അതാണ് അവിടെ, അതല്ല. അപ്പം അത്തരത്തിലുള്ള വിഷയങ്ങളും ഇവർ നടത്തിയ ആളുകളാണ്. ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് അത് ഉത്തര മലബാറിലെ ആരോഗ്യ രംഗത്ത് ഒരു സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടിയാണ് സ്വാശ്രയ കോളേജ് കൊണ്ടുവന്നത്. സ്വാശ്രയ അടിസ്ഥാനത്തിൽ അത്തരം ഒരു കോളേജ് കൊണ്ടുവരാൻ തീരുമാനമെടുത്തത്, അത്തരത്തിലൊരു സഹകരണ വകുപ്പിൻ്റെ കീഴിൽ കോളേജ് കൊണ്ടുവരാൻ തീരുമാനമെടുത്തത് ശ്രീ MV രാഘവൻ, ശ്രീ K സുധാകരനും അതിൻ്റെ ഭരണസമിതിയിൽ ഇരിക്കുമ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ഏറ്റവും ഉന്നതമായ രൂപത്തിൽ ഏറ്റവും നന്നായി പോയിരുന്നു. പക്ഷേ ഇവരത് പിടിച്ചെടുത്തതിന് ശേഷമാണ് ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്തു. നിങ്ങളൊന്ന് പരിശോധിക്കുക, അവിടുത്തെ അവസ്ഥ എത്രയും ദയനീയമായ അവസ്ഥയിലെ നിരന്തര സമരങ്ങൾ നടക്കുന്നു. ഇത്രയും ശോച്യാവസ്ഥയുടെ സർക്കാർ മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ ഏറ്റവും ദയനീയമാക്കിയിരിക്കുന്ന ആളുകളാരാ? ഇവരുടെ ഭരണമാണ്. MV ജയരാജൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കന്മാർ അതിനകത്ത് കടന്നുകൂറി എങ്ങനെയാണ് പിടിച്ചെടുക്കുകയാണ് ചെയ്തത്? ജനാധിപത്യ വിരുദ്ധ മാർഗത്തിലൂടെ കള്ളക്കാർഡുണ്ടാക്കി മറ്റ് യഥാർത്ഥ വോട്ടർമാരെ അടിച്ചോടിച്ച് ഈ MV രാഘവന്റെ മകൻ നികേഷ് കുമാറിനെ കുടുംബത്തെ ഉൾപ്പെടെ അടിച്ചോടിച്ചിട്ടാണ് ആ തെരഞ്ഞെടുപ്പ് രംഗത്ത് മുമ്പിൽ നിന്നൊരാളാ. ഞങ്ങൾ ഉൾപ്പെടെ പോലീസിനെയും അതോടെ CPM ഗുണ്ടകളെ ഉപയോഗിച്ച് ആക്രമിച്ചിട്ടാണ് ആ പരിയാരം മെഡിക്കൽ കോളേജ് പിടിച്ചെടുത്തത്. എന്നിട്ട് ആ പരിയാരം മെഡിക്കൽ കോളേജ് മുന്നോട്ടാണോ പോയത്, പിന്നോട്ടാണ് പോയത്? പരിശോധിക്കണം. അവിടെ മരുന്നുണ്ടോ, മര്യാദക്ക് ഡോക്ടർമാരുണ്ടോ, അവിടുത്തെ അവസ്ഥ എന്താണ്? ഇതാരാണ് അതിനെ മറപിടിച്ചുകൊണ്ട് പാർട്ടി പണമുണ്ടാക്കിയില്ലേ? നാട്ടിലെ പാർട്ടി ഗുണ്ടകൾക്ക് മുഴുവൻ ജോലി കൊടുക്കല്ലേ ചെയ്തത് ആ പരിയാരം മെഡിക്കൽ കോളേജിനകത്ത്? അതല്ലേ നിങ്ങൾ കറവ പശുവാക്കി മാറ്റിയതല്ലേ നിങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജിനെ? അതൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട, അതൊക്കെ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഒന്ന്, അതോടൊപ്പം തന്നെ ഇദ്ദേഹം പറഞ്ഞു BJP-ക്കാരൻ പറയുന്ന രാഷ്ട്രീയം അവർ വർഗീയ രാഷ്ട്രീയമാണ്. അതേ രാഷ്ട്രീയം പറയുന്ന ആളുകളിൽ ഇപ്പോൾ ഈ പറയുന്ന നേരത്തെ DGP ആയി ഇരുന്ന ആളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു, BJP-യിൽ പോയ അയാൾ പറയുന്ന അതേ രാഷ്ട്രീയം തന്നെയല്ലേ അനിൽകുമാർ പറഞ്ഞത്? ഇപ്പൊ മലപ്പുറത്തെ സ്ത്രീകൾ പർദ്ദ ഇടാതെ പുറത്തു വരാൻ കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ളതാണെന്ന് പറഞ്ഞത് ഏത് രൂപത്തിലുള്ള വർഗീയതയാണ് പറഞ്ഞ ആളല്ലേ അനിൽകുമാർ? മലപ്പുറം എന്ന് പറയുന്ന ജില്ലയെയും അവിടുത്തെ ജനങ്ങളെയും അവിടുത്തെ ആളുകളെയും ഡൽഹിയിൽ പോയി ഹിന്ദു പത്രത്തിന് വേണ്ടി അപമാനിച്ച ആളല്ലേ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ? VS അച്യുതാനന്ദൻ എന്താണ് പറഞ്ഞത്? മലപ്പുറംകാരെ ജയിക്കുമ്പോൾ കുട്ടികൾ ജയിക്കും, കോപ്പി അടിച്ച് ജയിക്കാന്ന് പറഞ്ഞ് അവിടുത്തെ സമുദായത്തെ ആക്ഷേപിച്ചവരല്ലേ നിങ്ങൾ? അപ്പൊ നിങ്ങളും BJP-യും ഒരേ ആളുകളാണ് എന്നുള്ളതിന്റെ തെളിവല്ലേ ഇതൊക്കെ? അപ്പൊ അതൊന്നും പറഞ്ഞ് അങ്ങനെയൊന്നും പറഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. ഇപ്പൊ രവത ചന്ദ്രശേഖർ നിങ്ങൾ വെച്ചത് എന്താണ്? ഈ പറയുന്ന എന്താണ് നമ്മുടെ യോഗേഷ് ഗുപ്ത, ആ യോഗേഷ് ഗുപ്തയുടെ കയ്യിൽ ഈ കൂത്തുപറമ്പ് വെടിയുണ്ടയേക്കാളും വലിയ ബോംബുള്ളത് കൊണ്ടാണ്, പേടിച്ചിട്ടാണ് അയാൾ നിങ്ങൾക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കാതെ കൊണ്ടാണ് അയാളെ വെക്കാഞ്ഞത്. പിന്നെ നിങ്ങൾ ഇവിടെ അജിത് കുമാറിന് വെക്കാനുള്ള എല്ലാ പണിയും നിങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ നിങ്ങളുടെ ഘടകകക്ഷിയിലെ CPI ഉൾപ്പെടെ അതോടൊപ്പം തന്നെ ശക്തമായ വിമർശനം വന്നപ്പോൾ നിങ്ങളുടെ പാർട്ടിക്കകത്തെ ഈ പറയുന്ന ജയരാജന്മാർ ഉൾപ്പെടെ പല ആളുകളും നിങ്ങളെ വിമർശിച്ചപ്പോഴാണല്ലോ ഈ പറയുന്ന ADGP-യെ എന്തുകൊണ്ട് DGP ആക്കാഞ്ഞത്? RSS-ന്റെ അനുകൂലിയായി RSS-ന് വേണ്ടി തൃശ്ശൂർ പൂരം കലക്കാൻ നേതൃത്വം കൊടുത്ത ആ ADGP-ക്ക് നിങ്ങൾ കൊടുത്ത ഫേവർ എത്രയാന്ന് ഈ നാട് കാണുന്നില്ലേ?
നിങ്ങൾ കാണുന്നില്ലേ? ഇതൊക്കെ ജനങ്ങൾക്ക് അറിയില്ലേ? അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ മുന്നണിക്കകത്ത് തന്നെ ശക്തമായ വിമർശനം പാർട്ടിക്കകത്ത് ഉണ്ടാകുമെന്ന് കണ്ടപ്പോഴാണ് ഇപ്പോൾ ഗതികേട് കൊണ്ട് ഇപ്പോൾ പറയുന്ന ഈ രവതാ ചന്ദ്രശേഖരെ നിങ്ങൾ സ്വാഭാവികമായി DGP ആക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം, ശരി ശ്രീ അനിൽകുമാർ, താങ്കളുടെ മറുപടി ഇതിൽ ഈ യോഗേഷ് ഗുപ്തയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ അദ്ദേഹത്തെ വിജിലൻസിൽ നിന്ന് മാറ്റാൻ വേണ്ടി നടന്ന ഒരു സ്ഥലമാറ്റം എന്നൊക്കെ ഈ സമീപകാലത്തുണ്ടായ ഒരു സ്ഥലമാറ്റത്തെ ഒരു വിമർശനം എന്നുള്ള നിലയിൽ ഉയർന്നു കേട്ടതാണ്. ഈ PP ദിവ്യയുടെ കേസുമായി ബന്ധപ്പെട്ടൊക്കെ സർക്കാരിന് പൂർണ്ണമായി അനഭിമതനാണ് അദ്ദേഹം എന്നുള്ളതാണ് ഉയർന്നു കേട്ട വിമർശനം. താങ്കളുടെ മറുപടി ശ്രീ അനിൽകുമാർ. രാഷ്ട്രീയ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എടുത്തത്. നിങ്ങൾ ഇക്കാലം അത്രയും കൊലയാളി രാഘവെന്നല്ലേ വിളിച്ചത്? അല്ല, പരിയാരത്തെ TB സാനിറ്റോറിയം വിഴുങ്ങിയതാരാണ്? കെ കരുണാകരന്റെ പേരിലുള്ള ട്രസ്റ്റ്. പരിയാരത്തെ TB സാനിറ്റോറിയത്തിന്റെ മുഴുവൻ സ്ഥലവും കൂടെ കരുണാകരന്റെ പേരിലുള്ള ഒരു ട്രസ്റ്റ്, സ്വകാര്യ ട്രസ്റ്റ് വിഴുങ്ങിയിട്ട് ആ സ്ഥാപനം സഹകരണ വകുപ്പിന്റെ കീഴിലാണെന്ന് ഇന്നിവിടെ പറയണമെങ്കിൽ മഹാതൊലിക്കെട്ട് വേണം. കൂത്തുപറമ്പുകാരനായിട്ടും ഈ തൊലിക്കെട്ട് ഇത്ര ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. TB സാനിറ്റോറിയം സ്വകാര്യ സ്ഥലത്തേക്ക് സ്വകാര്യ ട്രസ്റ്റ് എങ്ങനെ കൊടുക്കും? അതിനെതിരായി നടന്ന സമരത്തെ മറ്റു കാര്യങ്ങളുമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, ഇപ്പൊ നിങ്ങളിവിടെ പറഞ്ഞു അല്ലെങ്കിൽ ഇവരുടെ പേര് ലിസ്റ്റ് ചെയ്തിട്ട് 3 പേരുടെ പേര് ലിസ്റ്റ് ചെയ്ത് കേന്ദ്ര സർക്കാർ ഇങ്ങോട്ട് തന്നിരിക്കുകയാണ്. 3 പേരുടെ പേര് നമ്മൾ അങ്ങോട്ട് തന്നിരിക്കുകയാണ്. 3 പേരുടെ പേര് ഇങ്ങോട്ട് തന്നിരിക്കുകയാണ്. ഈ 3 പേര് ഒരാൾ പോലും RSSകാരെ കണ്ടിട്ടേയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? RSSുമായി ചർച്ച നടത്താത്തവരാണ് ഈ വന്നിരിക്കുന്നത് പറയാൻ പറ്റുമോ? ADG അജിത് കുമാറിന് എന്തെല്ലാം അയോഗ്യതയാണോ നിങ്ങൾ ഇവിടെ കേരളത്തിൽ പറയുന്നത്, അതേ അയോഗ്യതയുള്ള 3 പേരുടെ പട്ടികയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. കാരണം എന്താണ്? ഇവരെല്ലാം കേന്ദ്ര സർവീസിലായിരുന്നു. കേന്ദ്ര സർവീസിന്റെ ഭാഗമായിട്ട് RSSകാരനായ നരേന്ദ്രമോദിയോടും RSSകാരനായ അമിത്ഷയോടും RSSന്റെ തലവന്മാർ പറയുമ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ RSS നേതാക്കളായ കേന്ദ്രമന്ത്രിമാർക്കൊപ്പം പ്രവർത്തിച്ചവരാണ് ഈ 3 പേരും. അപ്പോൾ അജിത് കുമാറിന് മാത്രം എന്തോ ഒരു കുഴപ്പം, ഈ 3 പേർക്കും കുഴപ്പമില്ല എന്നാണ് ഞങ്ങൾ കാണേണ്ടത്. നിങ്ങൾ ചാപ്പ കുത്താൻ നടക്കുമ്പോൾ ഈ ചാപ്പയുള്ളവർ തന്നെയാണ് വന്നിരിക്കുന്നത്. ആ വന്നവരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ ഞങ്ങൾക്കറിയാം. പണിയെടുപ്പിക്കുന്ന കണ്ടു. മുമ്പ് ഇവിടെ ഒരു RSSകാരനിലേക്ക് പോയ DGP ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് ഒരു പത്രക്കാർ എഴുതിയത്, ആ DGPയുടെ മുകളിലും താഴെയും സംവിധാനം വെച്ചിരിക്കുന്നു. അവിടെ മുകളിൽ ആഭ്യന്തര സെക്രട്ടറി ഇരുന്നുകൊണ്ട് താഴെ വേറൊരു അഡീഷണൽ സംവിധാനം ഇരുത്തിക്കൊണ്ട് പൂട്ടി. ആരെ പൂട്ടി? DGPയെ പൂട്ടി പിണറായി. ഞങ്ങളുടെ സ്റ്റാൻഡ് അതാണ്. ഏത് RSSകാരൻ വിചാരിച്ചാലും കേരളത്തിലെ പോലീസിനകത്ത് ഒരു ചുക്കം ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഇവിടെ വരുന്ന DGPമാരാകട്ടെ, IAS ഉദ്യോഗസ്ഥന്മാരോ IPS ഉദ്യോഗസ്ഥന്മാരോ കേരളത്തിനകത്ത് മതനിരപേക്ഷതയുടെ ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കില്ല. ഇതാണ് ഞാൻ പറയുന്നത്. അതെ, കേരള മുഖ്യമന്ത്രി RSSന്റെ പണി എടുക്കുന്നു എന്നതുകൊണ്ടാണ് രാജ്ഭവൻ RSSന്റെ ശാഖയാക്കരുതെന്ന് പറഞ്ഞത്. രാജ്ഭവൻ RSSന്റെ ശാഖയാക്കരുതെന്ന് കേരള മുഖ്യമന്ത്രി പറഞ്ഞത് സുധാകരന് പണി എളുപ്പാക്കാനാണ്. ഇല്ലെങ്കിൽ RSSന്റെ ശാഖയായിട്ട് രാജ്ഭവൻ മാറുമ്പോൾ ആ ശാഖയ്ക്കെതിരായിട്ട് കേരളത്തിലെ LDF സർക്കാർ പ്രവർത്തിക്കുമ്പോൾ കാവല് നിൽക്കാൻ പോകുന്ന KPCCയുടെ പഴയ പ്രസിഡന്റാണ് കണ്ണൂരിലെ MP. RSന് പണിയെടുക്കുന്നത് അങ്ങനെയാണ്. രാജ്ഭവനെ ശാഖയാക്കരുത്. രാജ്ഭവനെ ശാഖയാക്കരുത്. ശാഖയാക്കരുതെന്ന് പറയുമ്പോൾ സുധാകരൻ അവിടെ പാർട്ടി സെക്രട്ടറി പോയി നിലപാടെടുക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ നേതാവായിരുന്നു സംഘടനാ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, എന്നിട്ട് കേട്ടോ വാക്കൂടെ കേട്ടോ. എം പി ഗോവിന്ദനെ പോയി തിരുത്തിട്ട് വാ. ഈ സുധാകരൻ തന്നെ ഗോവിന്ദനെ പോയി തിരുത്തിട്ട് വാ. ആരിഫ് മുഹമ്മദ് തന്നെ കത്ത് കൊടുത്തു. എന്താണ് കത്ത് കൊടുത്തത്? നിങ്ങൾ RSSകാരെ സെനറ്റ് വെക്കുന്നുണ്ടല്ലോ, സിൻഡിക്കേറ്റിലേക്ക് RSSകാരെ വെക്കുന്നുണ്ടല്ലോ, ആ കൂടെ KPCC 3 ലീഗിന്റെ 2 ഒന്ന് വെച്ചു കൊടുക്കാവോ? ഇപ്പോഴാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ പേരൂടെ പോയേനെ, കാരണം നിങ്ങളുടെ ഘടകകക്ഷിയാണല്ലോ. ഞാൻ ചോദിക്കുന്നത്, KPCCയുടെ ലെറ്റർ പാടിൽ ഇസ്ലാമിയുടെ അമീറുമായി കോഴിക്കോട് പോയി ചർച്ച നടത്തി വോട്ട് പോയെന്ന് പറഞ്ഞതാരാ?
അല്ല, ആ ജമാഅത്ത് ഇസ്ലാമി അന്ന് വർഗീയവാദിയല്ലേ? സതീശൻ അല്ലല്ലേ, ആ ജമാഅത്ത് ഇസ്ലാമി അന്ന് വർഗീയവാദിയല്ലേ? നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി അല്ലേ പിണറായി വിജയൻ? ചർച്ച നടത്തി ഓർമ്മയില്ലേ? കോഴിക്കോട് ജമാഅത്ത് ഇസ്ലാമിയുടെ ഓഫീസിൽ പോയി അമീറുമായി ചർച്ച നടത്തി ഫോട്ടോ എടുത്ത്. ശ്രീ അനിൽകുമാർ, റിജിൽ മാക്കുറ്റി, ഞാൻ രണ്ടുപേരിലേക്ക് വരാം. ഉല്ലാസ് ബാബുവിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ഉല്ലാസ് ബാബു, ഇവിടെ അനിൽകുമാർ ചൂണ്ടിക്കാട്ടുന്നത് ഈ 3 പേരുകളിലുമുള്ള അവിശ്വാസമാണ് അനിൽകുമാർ ചൂണ്ടിക്കാട്ടുന്നത്. അത് RSS ബന്ധവുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ ഇവിടെ പണിയെടുപ്പിക്കാൻ പിണറായി സർക്കാരിന് അറിയാം എന്നുള്ള കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അതിനുള്ള മറുപടി അതിനുശേഷം പെട്ടെന്ന് ഇടവേളയിലേക്ക് കടക്കണം. ശ്രീ ഉല്ലാസ് ബാബു. രഞ്ജിത്തെ, പെട്ടെന്ന് പറയല്ല, കാരണം നിങ്ങൾ ഇവരൊക്കെ പറയുന്ന സമയത്ത് ഞാനതൊക്കെ കേട്ടിരുന്നുണ്ടല്ലോ. എനിക്ക് ഇടപെടാമായിരുന്നു, ഇടപെടാനുള്ള സമയവും ഉണ്ടായിരുന്നു. ഞാൻ ഇടപെട്ടിട്ടില്ലല്ലോ. നോക്കൂ, അനിൽകുമാർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ. എന്താ അനിൽകുമാർ പറയുന്നത്? ഞങ്ങൾക്ക് ഒരു ആളെ ഞങ്ങളിപ്പോൾ വ്യക്തിപരമായി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് നുണയാണ്. നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം എന്താ പറയുന്നത്? ഞങ്ങളാണോ പറഞ്ഞത് അതിന് എതിർപ്പുണ്ടെന്ന്? ഇവരുടെ നേതാക്കന്മാരല്ലേ പറഞ്ഞത്? ആ നേതാക്കന്മാരെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് സ്വാഭാവികമായിട്ട് അണികളെ പറ്റിക്കാൻ തന്നെയാണ്. അത് തന്നെയാണ് എടുത്തു പറഞ്ഞത്. അത് ചർച്ചയില്ലാത്ത കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, അനിൽകുമാർ എന്താ പറഞ്ഞത്? ഞങ്ങൾ അതൊന്നും മാറിയിട്ടില്ല, ഇതൊന്നും മാറിയിട്ടില്ല. നിങ്ങൾ സ്വാശ്രയ സമരം നടത്തിയത് അറിയാത്തവരല്ല കേരളത്തിലെ ജനങ്ങൾ നിങ്ങളുടെ പാർട്ടിക്കാരെ പോലെ മണ്ടന്മാരാണ് നിങ്ങൾ ധരിക്കേണ്ട. പല അണികളും ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് വിശ്വസിക്കുന്നുണ്ടോ, പക്ഷെ എല്ലാവരും അങ്ങനെ വിശ്വസിക്കുന്നു, നിങ്ങൾ കരുതണ്ട. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ വിദേശ സർവകലാശാല നിങ്ങൾ ശ്രീനിവാസൻ്റെ മോന്തമ്മതിന് അടിച്ച് നിങ്ങൾ അത് ഞങ്ങളടിച്ചത്? ആ പിള്ളേരോട് പോയി ചോദിക്കുക ആരാ ചെയ്തതെന്നുള്ളത്. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ ഉത്തർപ്രദേശിലേക്കും ഗുജറാത്തിലേക്കും അവിടേക്കും ഇവിടേക്കൊക്കെ പോയി. കേരളത്തിലേക്ക് വാ ചേട്ടാ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നിങ്ങൾ വാ. രഞ്ജിത്തെ, നിങ്ങളൊന്ന് അന്വേഷിക്കുക. നിങ്ങളുടെ റിപ്പോർട്ടർമാരെല്ലായിടത്തും ഇല്ലേ? ഇവിടെ MDMA അടക്കമുള്ള, മയക്കുമരുന്ന് അടക്കമുള്ള, കഞ്ചാവ് അടക്കമുള്ള, തെമ്മാടിത്തരങ്ങൾ അടക്കമുള്ളവരിങ്ങനെ വാഴല്ലേ നാട്ടിൽ മുഴുവൻ. എല്ലാ സകല മോശത്തരങ്ങളും നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇവരുടെ പോലീസും തൊട്ടെടുക്കണം. ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യണം, നിങ്ങൾക്ക് ബോധ്യമുണ്ടാവും. അപ്പോൾ ഇവർ ഇതൊക്കെ ചെയ്യുക. കൊലപാതകങ്ങൾ കുറച്ചാൽ ഇവിടെ ചെറിയ അടികളും ബഹളങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. മനസമാധാനം എന്ന് പറയപ്പെടുന്നത് ഈ നാട്ടിലുണ്ടോ ചേട്ടാ? ബോംബുകൾ ഇങ്ങനെ ഉണ്ടാക്കി കലക്കല്ലായിരുന്നു, എന്നിട്ട് ഉണ്ടാക്കണോടുന്ന് പൊട്ടിത്തെറിക്കല്ലേ? അത് ഈ നാട്ടിൽ തന്നെയല്ലേ നടക്കണം. ഇതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് എന്തിനത്ര പൊള്ളണം നിങ്ങൾക്ക്? നിങ്ങൾ ഈ 9 കൊല്ലം ഈ അധികാരത്തിൽ ഇരുന്നിട്ട് ഏതെങ്കിലും ഒരു മേഖല, ഈ ആഭ്യന്തരം ആയിക്കോട്ടെ, വിദ്യാഭ്യാസം ആയിക്കോട്ടെ, ഉന്നത വിദ്യാഭ്യാസം ആയിക്കോട്ടെ, കാർഷിക മേഖലയായിക്കോട്ടെ, ആരോഗ്യ മേഖല, എൻ്റെ പൊന്ന് അല്ലേട്ടാ, ആ മന്ത്രിയോടൊന്ന് പോയി പറ, ഒന്ന് വൃത്തിയും വെടുപ്പായിട്ട് കാര്യങ്ങളൊന്ന് ഭരിക്കാനായിട്ട്. ഞങ്ങൾ പറയുന്ന തെറ്റ് നിങ്ങളുടെ പ്രാപ്തിയില്ലാത്ത കൊറോണത്തിനെ തീറ്റിപ്പോറ്റുന്നത് ഞങ്ങളെ ചേട്ടാ. ഈ കേരളത്തിലെ ജനങ്ങൾ നമ്മുടെ നികുതിപ്പണ. പിന്നെ നിങ്ങൾ എന്താ പറഞ്ഞത്? ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വീട്ടിൽ പാത്രം കേൾക്കണം. ആ പേരെന്ന് പറഞ്ഞ ചേട്ടാ, പാത്രം കേൾക്കണ ഏതാ പോലീസുകാരെന്ന് പറഞ്ഞേ? വെറുതെ ഓരോ ഗുഡായിപ്പ് പറഞ്ഞിട്ട് വെറുതെ വർത്തമാനം പറയല്ലേ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഭാര്യ കുട്ടികളെയും ചെറുമക്കളെയും ഒന്നും നികുതിപ്പണം കൊണ്ടിട്ട് കറങ്ങാൻ കൊണ്ട് കിടക്കണില്ല ചേട്ടാ. നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പറഞ്ഞേക്ക്. നിങ്ങളുടെ നാട്ടിൽ ഈ കേരളം എന്ന് പറയപ്പെടുന്ന സംസ്ഥാനത്തിനകത്ത് നിങ്ങൾ 9 കൊല്ലം ഉണ്ടായിട്ട് യഥാവിധി കാര്യങ്ങൾ നടപ്പിലാക്കാൻ പ്രാപ്തിയില്ലാത്തൊരു വിഭാഗത്തെ വളർത്തിയെടുത്തു എന്നല്ലാതെ പിന്നെ നിങ്ങൾ എന്താ AKG സെന്ററിൽ നിന്ന് വന്ന ആളുകൾക്ക് പോലീസ് പദവി കൊടുക്കാറില്ല എന്ന്? ഇല്ല ചേട്ടാ. പക്ഷേ ഈ പോലീസ് പദവിയിൽ ഇരിക്കുന്നവർ മുഴുവൻ AKG സെന്ററിലെ പണിക്കാരായിട്ട് നിങ്ങൾ കാണാറുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മാറ്റം. ആ യാഥാർത്ഥ്യം നിങ്ങൾ ഉൾക്കൊള്ളണം. പിന്നെ ബഹുമാനായിട്ടുള്ള കോൺഗ്രസിൻ്റെ പ്രതിനിധി എന്താ പറഞ്ഞത്? വർഗീയവാദികൾ. ഞാൻ ചോദിക്കട്ടെ, ആ SDPIക്കാർ അവരുടെ ആഘോഷത്തിന് ലഡു കൊണ്ടു കൊടുത്ത് ആൻ്റോആൻ്റണിയുടെ തൊണ്ടയിൽ ഇപ്പോൾ ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ? കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഈ മതരാഷ്ട്രീയവാദം പറയുന്നതും മത തീവ്രവാദം പറയുന്നതും സകലവിധ മത തീവ്രവാദങ്ങൾക്കുള്ള വിളനിലമാക്കിയിട്ട് നാടിനെ മാറ്റണമെന്ന് ആഗ്രഹമുള്ള ജമാഅത്തെയും SDPIയും ഒക്കെ തിരുത്തട്ടെ താലോലിച്ചവരാണ് ഈ അനിൽകുമാറിന്റെ പാർട്ടിയും ഈ റെജിലിന്റെ പാർട്ടിയും. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വർഗീയവാദത്തിനെതിരെ പറയാ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, റെജില താൻ സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള താൻ ഒന്നും ഉണ്ടായിരിക്കും തന്റെ സമയത്ത് തിരിച്ചു പറഞ്ഞത്, താങ്കളുടെ സമയത്ത് തിരിച്ചു പറഞ്ഞത്. ഞാൻ സംസാരിക്കുമ്പോൾ ശ്രീ റജിൽ മാക്കുറ്റി ഉറപ്പായും താങ്കളിലേക്ക് വരും. താങ്കൾക്ക് അതിന് മറുപടി നൽകാനുള്ള സമയവും ഉണ്ടാവും. സമയം ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരികെ എത്താം. 3 അതിഥികളിലേക്കും തിരികെ എത്തും. A സജീവനിലേക്കും പോയിട്ട് അല്പനേരമായി. A സജീവനിലേക്കും തിരികെ എത്തും. ഇപ്പോൾ ഉല്ലാസ് ബാബു സംസാരിക്കട്ടെ. ഒരു മിനിറ്റ് സമയം. വർഗീയത്തമാടികളാണെന്നും അറിയാത്തവരാണോ കേരളത്തിൽ എന്ന് പറയപ്പെടുന്നത്? എന്റെ റിജിത്തെ, ഇവിടുത്തെ ചർച്ച എന്താ? ഇവിടുത്തെ ചർച്ച എന്ന് പറയപ്പെടുന്നത് DGP ആയിട്ട് പുതിയ ആൾ വന്നു. അതിനെ CPM പല നേതാക്കന്മാരും മുറുമുറുപ്പോടുകൂടി പ്രതികരിക്കുന്നു. അതെന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോ അത് കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് അവിടെ സ്ഥാനമുണ്ടായിരുന്നത് കൊണ്ട് ആ കാരണമാണ് എന്ന് പറയപ്പെടുന്നു.
ആ കാരണം പറയപ്പെടുന്ന സമയത്ത് കോടതിയകം കുറ്റവിമുക്തമാക്കി എന്ന് പറഞ്ഞു. അതിനൊപ്പം തന്നെ ഇവർക്ക് ഇപ്പോഴും അതിന് പ്രയാസം ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ കൃത്യമായി ചോദിച്ചു, കൂത്തുപറമ്പ് വെടിവെപ്പ് നടത്തിയ പ്രശ്നം എന്തായിരുന്നു? ആ പ്രശ്നത്തിൽ CPM നിലപാട് എന്തായിരുന്നു? ആ വെടിവെപ്പ് ആർക്കെതിരെ ആയിരുന്നു? ആ മന്ത്രിയുടെ മോൻ ഇപ്പൊ ഏത് പാർട്ടിയിലാണ്? അയാൾക്ക് കൊണ്ട് സ്ഥാനം കൊടുത്തത് ആരാണ്? എന്തിനായിരുന്നു നിങ്ങൾ ആ മൃഗങ്ങളെ അടക്കമുള്ളവരെ കത്തിച്ചു കളഞ്ഞത്? ആ രാഷ്ട്രീയം എന്തായിരുന്നു? നിങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ എടുത്ത ഓരോ തീരുമാനങ്ങളും കാലത്തിനനുസരിച്ച് മാറ്റി മാറ്റി പറഞ്ഞ് ഈ ദോഷം മറച്ചിടുന്ന ആദി അവനവന്റെ നാവ് അങ്ങോട്ടും ഇങ്ങോട്ടും ആടാമെന്ന് കരുതിയത് കൊണ്ട് പറഞ്ഞതൊക്കെ മറച്ചു പറയുന്ന ആ രാഷ്ട്രീയം ശരി ശ്രീ എസ് സജീവൻ, റവാഡ ചന്ദ്രശേഖരന് പുതിയ പദവിയിൽ എത്രത്തോളം മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയും എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇപ്പോൾ പോലീസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ പ്രതിച്ഛായയെ തകർക്കുന്ന തരത്തിലുള്ള ചില നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു എന്ന വിമർശനം ഉയരുന്നുണ്ട്. സർക്കാർ അതിനെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് വിശദീകരിക്കുന്നുണ്ടെങ്കിൽ പോലും പോലീസിലെ അച്ചടക്കവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രശ്നങ്ങളുണ്ട്. ഈ ഷെയ്ഖ് ദർവേഷ് സാഹിബിന് തന്നെ 6 or 7 ഉത്തരവുകൾ അതുമായി ബന്ധപ്പെട്ട് പോലീസിനകത്ത് ഈ പോലീസുകാർക്ക് നൽകേണ്ടതായി വന്ന സാഹചര്യമുണ്ട്. അതിനൊക്കെ ഇടയിൽ ഈ റവാഡ ഈ സംസ്ഥാനത്തെ ലഹരി വ്യാപനം അത് കൂടി വരുന്ന സാഹചര്യം, തട്ടിപ്പുകളുടെ സ്വഭാവം, സൈബർ തട്ടിപ്പ്, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. അതിലൊക്കെ ഈ റവാഡ ചന്ദ്രശേഖരന് പുതിയ പദവിയിൽ എത്രത്തോളം ശോഭിക്കാൻ കഴിയും? താങ്കളുടെ പ്രതീക്ഷ എങ്ങനെയാണ് ശ്രീ എസ് സജീവൻ? റവാഡ ചന്ദ്രശേഖരൻ IB-യുടെ തലവൻ എന്ന നിലയിൽ എത്രയോ ഗംഭീരമായിട്ട് പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ കഴിവുകളെ കുറിച്ച് സംശയം ആർക്കും ഉണ്ടാവാൻ സാധ്യതയില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് DGP ക്രമസമാധാന ചുമതലയുള്ള DGP തസ്തികയിൽ ഇരിക്കുമ്പോൾ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയും. അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് സത്യത്തിൽ സർക്കാർ ചെയ്യേണ്ടത്. ഏത് സർക്കാരാണെങ്കിലും ഇത്തരം ഉദ്യോഗസ്ഥന്മാർക്ക് സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. അവരെ ഭരിക്കാനല്ല പോവേണ്ട, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാം. അവരെ പൂച്ചുവലം കെട്ടുകൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തും നിന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റാത്ത രൂപത്തിൽ പാവകളാക്കി മാറ്റാൻ ശ്രമിച്ചാൽ സ്വാഭാവികമായിട്ടും റവാഡ ചന്ദ്രശേഖരനിൽ നിന്നാണെങ്കിലും ഏത് DGP നിന്നാണെങ്കിലും ഒരു തരത്തിലുള്ള നേട്ടവും അല്ലെങ്കിൽ ഒരു ഗുണമുള്ള പ്രവൃത്തിയും ഉണ്ടാവാൻ സാധ്യതയില്ല. ഇവിടെ ഇപ്പോൾ സ്ഥാനമൊഴിഞ്ഞ DGP പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ കാര്യമായിട്ട് നോക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ പോലീസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ പോലീസുകാർക്കും പോലീസ് സേനകൾക്ക് മാതൃകയാണ്. അത്രയും ഗംഭീരമായിട്ട് പ്രവർത്തിക്കാൻ കഴിവുള്ള ശേഷിയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെയുണ്ട്. പക്ഷെ അതേ സമയത്ത് അദ്ദേഹം പറയുന്നു നമ്മൾ പേടിക്കേണ്ട ചില കാര്യങ്ങൾ, ഒന്ന് ലഹരി വ്യാപനമാണ്, രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പോലീസിലെ ക്രിമിനലിസം. അത് മുഖ്യമന്ത്രി പോലും പറഞ്ഞാണല്ലോ, പോലീസിൽ ക്രിമിനലുകളുണ്ട്, പോലീസിൽ അതിതീവ്ര രാഷ്ട്രീയക്കാരുണ്ട്, അതിലൊരു സംശയമില്ല. അതിതീവ്ര രാഷ്ട്രീയമുള്ള പല പോലീസിന്റെ ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും ഉണ്ട്. ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ നിയന്ത്രിച്ചു, കാരണം ഇവർ ജനങ്ങളെ സേവിക്കാനാണ്. അവർ രാഷ്ട്രീയം അവരുടെ മനസ്സിൽ വയ്ക്കാം, അല്ലെ വോട്ടാക്കി മാറ്റാം. അതിനപ്പുറത്തേക്ക് അവർ രാഷ്ട്രീയം കളിക്കുന്ന ആളുകളാവരുത്. ഏത് പാർട്ടിക്കാണ് ഭരിക്കുന്ന പാർട്ടിയുടെ ചട്ടുകങ്ങളായി മാറരുത്. ഭരിക്കുന്ന പാർട്ടിക്കെതിരെ ഉള്ള ഒരു ആയുധം അവർ തന്നെ ആയുധമായിട്ട് മാറുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ഭാഗത്തുള്ള ഈ ഒരു അച്ചടക്കം, താങ്കൾ പറഞ്ഞ ഒരു കാര്യം, അച്ചടക്കം, പോലീസ് സേനയിൽ അച്ചടക്കം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് തന്നെ കേൾക്കുന്ന വാർത്തകൾ, ഇന്ന പോലീസ് സ്റ്റേഷനിൽ നിരപരാധിയായിട്ടുള്ള ആളുകളെ ഭീകരമായ രൂപത്തിൽ ആക്രമിക്കുന്ന രീതിയിൽ പോലീസ് SHOമാരോ അല്ല മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ ആക്രമിക്കുന്ന രീതിയുണ്ട്. കോഴിക്കോട്ട് തന്നെ പെൺവാണിഭ കേസിന്റെ ഭാഗമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇത്തരമുള്ള ആളുകളെയൊക്കെ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കാനുള്ള കഴിവുള്ള ഉദ്യോഗസ്ഥനാണ് റവാഡ ചന്ദ്രശേഖരൻ. പക്ഷേ അതിന് അദ്ദേഹത്തിന് അവസരം കൊടുക്കുക എന്നുള്ളതാണ് സർക്കാർ, ഏത് സർക്കാരാണെങ്കിലും ചെയ്യേണ്ടത്. ഒരു ചുമതല പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചിട്ടുള്ള വ്യക്തിക്ക് ഫ്രീ ഹാൻഡ് കൊടുക്കുക എന്ന് പറയുന്ന കാര്യമുണ്ട്. കൈ പിടിച്ചുകൊണ്ട് എഴുതിക്കുന്ന രീതിയിലേക്ക് പോയാൽ ഒരിക്കലും ശോഭിക്കാൻ ഒരു തരത്തിലുള്ള ഉദ്യോഗസ്ഥ. ശരി, വളരെ നന്ദി ശ്രീ സജീവൻ. ശ്രീ അനിൽകുമാർ, താങ്കൾക്ക് സംസാരിക്കാം. ശ്രീ അനിൽകുമാർ, ഉയർന്നു വന്ന വിമർശനങ്ങൾക്കുള്ള മറുപടി. ശ്രീ അനിൽകുമാർ. ബഹുമാനപ്പെട്ട BJP പ്രതിനിധി ശ്രീ ഉല്ലാസ് ബാബു പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ അത്ഭുതത്തോടെ കേൾക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞ ലഹരി എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലഹരി പിടിക്കുന്ന സ്ഥലം ഏതാണെന്നറിയാമോ? നമ്മുടെ രാജ്യത്തെ ലഹരി വ്യാപനത്തിന്റെ അളവ് ഏറ്റവും കൂടുതൽ എവിടെയാണെന്നറിയാമോ? നമ്മുടെ രാജ്യത്തെ മൊത്തം കണക്കെടുക്കാമോ? കേരളത്തിൽ ഇല്ല എന്നല്ല, കേരളത്തിൽ ഇന്ത്യ രാജ്യത്തെ എല്ലാ ഇടങ്ങളിലും ഉള്ള പോലെ തന്നെ ഇവിടെയും ചില ആഘാതങ്ങൾ ഇത്തരം കാര്യങ്ങളിലുണ്ട് എന്നുള്ള സത്യമാണ്. പക്ഷേ ഇന്ത്യ സർക്കാർ, ബഹുമാനപ്പെട്ട ഉല്ലാസ് ബാബു പറയുന്ന ഒരു കാര്യവും സമ്മതിച്ചു തരില്ല.
നിങ്ങൾ പിണറായി സർക്കാരിനെ കുറിച്ചും കേരള പോലീസിനെ കുറിച്ചും പറയുന്ന ഒരാക്ഷേപങ്ങളും ബഹുമാനപ്പെട്ട അമിത്ഷായുടെ പോലീസ് സമ്മതിച്ചു തരില്ല. ശരി, ശ്രീ ഉല്ലാസ് ബാബു അത് അനിൽകുമാറിന്റെ സമയമാണ്. വളരെ കുറച്ച് സമയമേ നമുക്കിനി മുമ്പിലുള്ളൂ. അതിനിടയിൽ ശ്രീ അനിൽകുമാർ വിശദീകരിക്കട്ടെ. കാര്യം പറയുമ്പോ എതിർക്കണ്ടേ? ഉല്ലാസ് ബാബു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യണ്ട. നീതി ആയോഗ് തരുന്ന കണക്ക് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നീതി ആയോഗ് പറയുന്ന കണക്ക് അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തെ ഔദ്യോഗിക ഏജൻസികൾ പറയുന്ന ഒരു കണക്കും ബിജെപിയുടെ പ്രതിനിധിയുടെ പറയുന്ന ഈ നിങ്ങളുടെ ഇപ്പോഴത്തെ ആഖ്യാനങ്ങളോട് പൊരുത്തപ്പെടുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഔദ്യോഗിക സംവിധാനത്തിന്റെ കണക്ക് പരിശോധിക്കും. ജനങ്ങളോട് വിവിധ സംസ്ഥാനങ്ങൾ. ശ്രീ ഉല്ലാസ് ബാബു, താങ്കളിലേക്ക് ഉറപ്പായും വരും. ഈ ചർച്ച അവസാനിക്കുന്നതിന് മുമ്പ് താങ്കളിലേക്ക് ഉറപ്പായും വരും. ആദ്യം അനിൽകുമാർ സംസാരിക്കട്ടെ. ഇവിടെ വ്യക്തിപരമായ കൊലപാതകങ്ങൾ ഉണ്ടാകുന്നില്ല ഉണ്ടോ, ലഹരി ഉപയോഗിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? പക്ഷെ ഇവിടുത്തെ പോലീസ് അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ നടപടി എടുക്കുന്നവരാണ്. ഒരു ഗുണ്ടകളെയും കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. എന്നാൽ യോഗി ആദിത്യനാഥ് പറയണ പോലെ എന്നെ വെടിവെച്ച് കൊന്നേക്കാം. നിങ്ങൾ കണ്ടല്ലോ, ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ആളുകൾ അവരെ കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ വെടിവെച്ച് കൊല്ലുന്ന യുപിയിലെ പോലീസിനെ കണ്ടില്ലേ? കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസ് അങ്ങനെ ഉണ്ടാവില്ല. മതം തിരിഞ്ഞ ആളെ കൊല്ലുന്ന വ്യാജ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ നടത്തുന്ന ഒരു സംവിധാനമൊന്നും കേരളത്തിൽ നടക്കൂല. ഇവിടെ കൃത്യമായിട്ട് നിയമവാഴ്ച ഉറപ്പുവരുത്തേ ചെയ്യൂ. അതിന് രവത ചന്ദ്രശേഖരന് ബാധ്യതയുണ്ട്. കേന്ദ്ര ഡെപ്യൂട്ടേഷനിലായിരുന്നപ്പോൾ അത്തരം വല്ലതും തെറ്റായ ശീലങ്ങൾ അദ്ദേഹത്തിനുണ്ടെങ്കിൽ ആ ശീലങ്ങൾ ഇവിടേക്ക് ഇറക്കരുത്. അത് തന്നെയാണ് ഞങ്ങൾ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. ശ്രീ റജിൽ മാക്കുറ്റി വളരെ വേഗം. കേരളത്തിന്റെ പോലീസ് സെക്കുലർ പോലീസാണ്, യുപി പോലീസ് അല്ല. എനിക്ക് അനിൽകുമാർ, താങ്കൾ ഇപ്പോൾ പറഞ്ഞു, താങ്കളുടെ പാർട്ടിയും പറഞ്ഞു, ഇപ്പോൾ പിന്നെ കൂത്തുപറമ്പ് രക്തസാക്ഷികളെ ഉണ്ടാക്കി ആ വെടിവെച്ച് അദ്ദേഹത്തെ കോടതി വെറുതെ വിട്ടു എന്ന് പറഞ്ഞു. ഞങ്ങൾ ആ മന്ത്രിയെ പിന്നെ ജീവൻ രക്ഷിക്കാനാണ് അന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥൻ ആ രൂപത്തിൽ ഉത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചതെന്നാണ് ഞങ്ങളുടെ പക്ഷം. പക്ഷേ നിങ്ങൾ ഇരട്ടത്താപ്പാണ്. ഇപ്പോൾ കോടതി ശിക്ഷിച്ച കുഞ്ഞനന്തനെ നിങ്ങൾ എന്താണ് അംഗീകരിക്കുന്നത്? എങ്ങനെയാണ്? കോടതി ശിക്ഷിച്ചാലും കുഞ്ഞനന്തൻ തെറ്റിയതില്ല, അപ്പോൾ അവിടെ കോടതി വിധി നിങ്ങൾക്ക് ബാധകമല്ല. ഇവിടെ നിങ്ങൾക്ക് കോടതി വിധി ബാധകമാണ്. ഇതൊക്കെ ഈ ക്യാപ്സ്യൂൾ ഇറക്കുമ്പോൾ ഒന്ന് ആലോചിച്ചിറക്കേണ്ട ഇതുപോലത്തെ ക്യാപ്സ്യൂളൊക്കെ ജനങ്ങൾ വിശ്വസിക്കുക. പിന്നെ ഈ കേരളത്തിലെ പോലീസിനകത്ത് RSSന്റെ സ്ലീപ്പിംഗ് സെല്ല് പ്രവർത്തിക്കുന്നതെന്ന് ഞങ്ങളല്ലല്ലോ, നിങ്ങളുടെ ഘടകകക്ഷി മുന്നണിയിലെ ആനി രാജ എന്ന് പറഞ്ഞ CPI നേതാവല്ലേ കേരളത്തിലെ പോലീസിനകത്ത് RSS ഉണ്ട് എന്ന് പറഞ്ഞത്? ഭരിക്കുന്നതാരാ? മുഖ്യമന്ത്രി പിണറായി വിജയനല്ലേ? ആ മുഖ്യമന്ത്രി ഭരിക്കുമ്പോഴാണ് നിങ്ങൾ RSSന്റെ ഒരു ഏർപ്പാട് നടക്കില്ല എന്നൊക്കെ നിങ്ങൾ ഇവിടെ വന്ന് ചാനലിൽ പറയുമ്പോൾ അതിനകത്ത് പ്രവർത്തിക്കുന്ന ഭൂരിഭാഗം RSS ആണ്. നിങ്ങളുടെ പാർട്ടിയുടെ ഘടകകക്ഷി ആളുകൾ പറയുന്നു. നിങ്ങൾക്ക് എന്ത് നടപടി എടുക്കാൻ സാധിച്ചു? ഈ അജിത് കുമാർ തന്നെ RSSന്റെ കാര്യാലയങ്ങളും നേതാക്കന്മാരുടെ ഈ തിണ്ണ നിരങ്ങുമ്പോൾ നിങ്ങൾ എന്ത് നടപടിയെടുത്തു? നിങ്ങൾക്ക് നടപടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടോ? അപ്പൊ നിങ്ങളുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ RSSന്റെ തണലിലാണ് നിൽക്കുന്നത്. ഹലോ, കേൾക്കാമോ? ശരി, കേൾക്കാം. തണലിലാണ് നിൽക്കുന്നത്. അതോടൊപ്പം നേരത്തെ BJP വക്താവ് പറഞ്ഞതുപോലെ തന്നെ BJPയും RSS എന്ന് പറയുന്നത് ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ തീവ്രവാദി പ്രസ്ഥാനമാണ്. രാജ്യത്ത് വർഗീയതയും മതവർഗീയതയും. ശ്രീ ഉല്ലാസ് ബാബു, ഇനി വളരെ കുറച്ച് സമയമേ ഉള്ളൂ. താങ്കൾ ഒരു മിനിറ്റ് സമയമെടുത്ത് സംസാരിക്കണം. താങ്കളിലേക്ക് വരും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എല്ലാവരുടെയും അഭിപ്രായം കേൾക്കുക എന്നതാണ് പ്രധാനം. അതിനിടയിൽ നമ്മൾക്ക് ഒരാളുടെ ഇടയിൽ മറ്റൊരാൾ കയറി സംസാരിച്ചത് കൊണ്ട് നമ്മുടെ സമയം പോവുക എന്നതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. അതുകൊണ്ടാണ് ശ്രീ ഉല്ലാസ് ബാബു. അലറിയത്ത് ഒറ്റ കാര്യമുള്ള, ഞാൻ പെട്ടെന്ന് എൻ്റെ ഒരു മിനിറ്റ് കൊണ്ട് പരിപാടി കഴിച്ചിടാം. ഞാൻ ചോദിക്കട്ടെ, ഈ അനിൽകുമാർ പറഞ്ഞത് എന്താണ്? 100 കിലോ വെയിറ്റ് ഇട്ട് തള്ളലല്ലാണ്ട് വേറെ നിങ്ങളുടെ കോമഡി ഷോയിൽ വേണമെങ്കിൽ അദ്ദേഹത്തെ കൊണ്ടുപോയിക്കും. അല്ലാണ്ട് എന്താ അതിനെ പറയാ? മധു മരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്, ശ്രീജിത്തിനെ തല്ലിക്കൊന്നതിന്റെ അടിസ്ഥാനത്തിലാണ്, കെവിൻ മരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ മരണങ്ങൾ ഇപ്പൊ ഇവരുടെ കൊലപാതക കേസിൽ ഒരു പെൺകുട്ടിക്ക് വളരെ എളുപ്പത്തിൽ അങ്ങോട്ട് ഇറങ്ങിപ്പോകാനുള്ള സൗകര്യം ഉണ്ടാക്കിയത് ആരാ? നിങ്ങൾ പറ, ഏതൊരു സ്ഥലത്താണ് നിങ്ങൾ രക്ഷപ്പെട്ടത്? പോട്ടെ, ഈ പഞ്ചായത്തിൽ കറങ്ങി നടക്കുന്ന ഒരു പട്ടീനെ പിടിച്ചു കെട്ടാനുള്ള പ്രാപ്തി ഒരെണ്ണം 21 മന്ത്രിമാരുടെ തീരുമാനം എടുത്തിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്ത് പ്രാപ്തി ഉണ്ടെന്നാ പറയണേ? നിങ്ങളുടെ സർക്കാർ എന്ത് ചെയ്തെന്നാ പറയണേ? എന്നിട്ട് പറയാം ഇപ്പൊ യു പിയിൽ 5 പേരെ കൊന്ന, അതിന്റെ അർത്ഥം ഇവിടെ 10 പേരെ കൊല്ലാന്നാണ്. അനിൽകുമാറെ, നിങ്ങൾ എന്ത് അടിസ്ഥാനത്താണ് പറയുന്നത്? നിങ്ങളുടെ അധികാരത്തിൽ ഇരുന്ന 9 കൊല്ലം എന്ന് പറഞ്ഞ കേരളത്തിന്റെ ഏറ്റവും വലിയ ദോഷമുള്ള കാലഘട്ടം എന്നാണ് പറയുന്നത്. വർഗീയവാദികൾ ഇങ്ങനെ വിളയാടുകയാണ് ജയമാത്തയുടെ പേരില്, വെൽഫെയറിന്റെ പേരില്, SDP പേരില്. എന്നിട്ട് റജിൽ മാക്കുട്ടി എന്താ പറയണേ? എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. ആന്റോ ആണ് എനിക്ക് ലഡു കൊണ്ടുകൊടുത്തതാരാ? നിങ്ങളുടെ ഈ SDP എന്ന് പറയപ്പെടുന്ന നിങ്ങളങ്ങനെ എതിർത്തുകൊണ്ടിരിക്കുന്ന വർഗീയവാദികൾ. എന്നിട്ട് അതിനെതിരെ ഓൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഇരട്ടത്താപ്പിന്റെ ശരി, നമ്മുടെ സമയം പൂർണ്ണമായി അവസാനിച്ചതുകൊണ്ടാണ് പാർട്ടിയുടെ ഐതിഹാസിക ചരിത്രത്തിലെ ഒരു ഏടിന് കളങ്കം തീർക്കുന്നതാണോ റവാഡ ചന്ദ്രശേഖരന്റെ പുതിയ നിയമനം, സംസ്ഥാന പോലീസ് മേധാവിയായുള്ള നിയമനം എന്നുള്ള കാര്യമാണ് നമ്മൾ ചർച്ചയിൽ ഉന്നയിച്ചത്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.